ഞാൻ ഈ സമയത്തിനായിട്ട് കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വരാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കേണ്ടി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നെഹെമ്യാ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. എന്നതുപോലെ നമുക്കൊരു വ്യത്യാസം ആവശ്യമാണെന്ന് അറിയാത്തിടത്തോളം കാലം, വിശ്വസിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നെഹെമ്യാകാൻ കഴിയത്തില്ല. നമ്മളിൽ തന്നെ സംതൃപ്തരായ ആളുകൾക്ക്, ലവോദിക്ക സഭയുടെ പ്രശ്നം അതാണ്. അവർ സംതൃപ്തരായിരുന്നു. സംതൃപ്തരായതുകൊണ്ട് അവർക്കൊരിക്കലും ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മൾ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ സംതൃപ്തരായി ജീവിക്കുകയാണെങ്കിൽ ഓക്കെ, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നെഹെമ്യാവിൽ നമ്മൾ ഒന്നാമത് പഠിക്കേണ്ട കാര്യം, അവൻ ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്നും ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലാണെന്നും തിരിച്ചറിവുള്ള വ്യക്തിയായിരുന്നു. രണ്ട്, ഒരു യഥാസ്ഥാപനം ആവശ്യമാണെന്ന് മാത്രമല്ല, ഒരു യഥാസ്ഥാപനം സാധ്യമാണ് എന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. ദൈവം അവൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുന്നവർക്ക്, അവൻ്റെ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നത്, നിരസിക്കുന്നവർക്ക് അവൻ ലോകത്തിൻ്റെ അറുതികളോളം അവരെ ചിതറിച്ച് കളയും. എന്നാൽ മടങ്ങി വരുന്നവരെ ലോകത്തിൻ്റെ അറുതികളിൽ നിന്നും എൻ്റെ ഭ്രഷ്ടന്മാരെ ഞാൻ ചേർത്തുകൊള്ളുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ വിശ്വസിച്ചിരുന്നു. എന്നതുപോലെ യഥാസ്ഥാപനം ആവശ്യമാണെന്ന് മാത്രമല്ല, യഥാസ്ഥാപനം സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും, ദൈവം അവനൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുത്തപ്പോൾ പൂർണ്ണമായും അവനും അതിൽ ഭാഗവാക്കാകുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയുടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുന്നു, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ലളിതമായ ഒരു നിലയിൽ നിൽക്കാതെ, ഞാൻ മാത്രമല്ല, എനിക്കൊരു സമൂഹമുണ്ട്, ദൈവം എന്നെ വ്യക്തിപരമായിട്ടാണ് വിളിച്ചതെങ്കിലും എന്നെ വിളിച്ചാക്കിയിരിക്കുന്ന ഒരു സഭയിലേക്കാണ്, ഒരു സമൂഹത്തിലേക്കാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാനും എൻ്റെ ദൈവവും ദൈവം എനിക്ക് തന്ന സഹോദരങ്ങളും എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ ഒരു കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്, അവർ ആ ജനങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവരും ആത്മീയതയിലേക്ക് മടങ്ങി വരണമെന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായിരുന്നു. നമുക്കും ആവശ്യമായിരിക്കുന്ന അതാണ്. ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: നീ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ മടക്കി വരുത്തേണ്ടതിന് എൻ്റെ ദാസനായിരിക്കുന്നത് പോരാ, നിൻ്റെ പ്രകാശം നീ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ, എൻ്റെ രക്ഷയുടെ സന്ദേശം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ടൂഫോൾഡ് മിനിസ്ട്രിയാണ് ദൈവം എല്ലാവർക്കും തന്നിരിക്കുന്നത്. ഒന്ന്, യാക്കോബിൻ്റെ ഗോത്രത്തിലെ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ സന്തതികളെ, ഇസ്രായേലിനെ, അല്ലെങ്കിൽ വിശ്വാസികളെ മടക്കി വരുത്തുക എന്ന ശുശ്രൂഷ, ഒരു റെസ്റ്റോറേഷൻ മിനിസ്ട്രി. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതോ ആണ് അവൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളവും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നെഹെമ്യാ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരു ഇൻവോൾവ്മെൻറ്റ് അവൻ ഉണ്ടാവുകയും ചെയ്തു. അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അവനെ ദൈവത്തിലേക്ക് തിരിക്കുന്നതിന് കാരണമായി തീർന്നത് അപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ്. അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും, യെരൂശലേമിൻ്റെ വാതിലുകൾ ഇടിഞ്ഞും മതിൽ തകർന്നും അതിൻ്റെ വാതിൽ തീവച്ച് ചുട്ടും കിടക്കുന്ന സ്റ്റേജ് കണ്ടപ്പോൾ, ദൈവം സഭയെ എന്ത് ലക്ഷ്യത്തോടു കൂടെ ഭൂമിയിലേക്ക് ആക്കിയോ അതിൽ സഭ പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ, അല്ലെങ്കിൽ അത് സഭ ഒരു ദുരിതത്തിൻ്റെ സ്റ്റേജിലാണ്, ഒരു ദുരന്തത്തിലാണ് എന്നുള്ള തിരിച്ചറിവിൽ, അതുപോലെ പറയുന്നത് പ്രവർത്തിക്കാത്ത സഭ ഒരു അപമാനമാണെന്നുള്ള തിരിച്ചറിവിൽ, ഹല്ലേലൂയ, അതുപോലെ ആ സഭയെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാട് തന്നെയല്ല, മതിലിടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ലോകം സഭയിലേക്കും സഭ ലോകത്തിലേക്കും ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജ്, അത് മാറ്റിക്കളയും എന്നുള്ള ഒരു ബോധ്യം. വാതിൽ തീ വെച്ച് ചുട്ട് കിടക്കുകയാണ്. പലപ്പോഴും ലോകം നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്ന, തീരുമാനമെടുക്കാൻ ദൈവവചനത്തെക്കാളും ദൈവികതയെക്കാളും കൂടുതൽ ലൗകികമായ നമ്മുടെ അറിവുകൾ ഉപയോഗിക്കുന്ന ഒരു നില, അതാണ് ഞാൻ അതിൽ നിന്ന് ആത്മീയമായിട്ട് കാണുന്നതായ ഒരു കാര്യം. അങ്ങനെ ഇന്നത്തെ സഭയ്ക്ക് പറ്റിയിരിക്കുന്ന എല്ലാ പാളിച്ചകളെയും കൃത്യതയോടെ വിവരിക്കുന്നതായ ഈ തിരിച്ചറിവിൽ അവൻ രാജാവിനോട് അനുവാദം ചോദിക്കുകയും പണിയാൻ വേണ്ടി അവൻ യെരൂശലേമിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് അവൻ ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ, അവൻ ആദ്യം സ്പൈ വർക്ക് ചെയ്തു. അതിനുശേഷം ആളുകളെ കൂട്ടി നമ്മൾ ഇനിയും നിന്ദാപാത്രമാകാതിരിക്കേണ്ടതിന് ഈ മതിൽ പണിയാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഈ മതിൽ പണിയാത്തിടത്തോളം കാലം ദൈവസഭയും ലോകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് അതിനെ ലോകത്തെ പടിക്ക് പുറത്തു നിർത്തുന്നിടത്തോളം കാലം നമ്മൾ നിന്ദാപാത്രമാണ്. ഇന്ന് മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നത് നിങ്ങൾക്ക് ഹോളില്ലെന്ന് പറഞ്ഞൊന്നുമല്ല,
നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസമുള്ളവരൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ല, ആണോ? അല്ല, നമുക്ക് ഹോളുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നമുക്ക് പണമുള്ളവരുണ്ട്, സ്വാധീനമുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നത് എന്തുവാ നിങ്ങളും ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാണ്. അതാണ് ഇന്ന് നിന്നയായിരിക്കുന്നത്. അതിനുള്ള ഏക മാർഗം എന്താണ്? ലോകത്തെ പുറത്തു നിർത്തുക. നമ്മുടെ ഇതൊരു വിശുദ്ധ നഗരമായി, ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ്? യെരൂശലേമിൽ മതിൽ പണിയാൻ വന്നപ്പോൾ സൻബല്ലത്തിനും തോബിയാവിനും അവനോട് ദേഷ്യമുണ്ടായി. അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാജാവിനെതിരെ മത്സരിക്കാൻ പോകുകയാണ്, അതുകൊണ്ട് ഇത് ശരിയായ കാര്യമല്ല, ഞങ്ങൾ രാജാവിന് റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞില്ല, രാജാവിൻ്റെ കത്താ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ എന്നൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അന്ന് നിനക്ക് എന്തുണ്ടാകത്തില്ല? യെരൂശലേമിൽ ഓഹരിയും അവകാശവും ഉണ്ടാവുകയില്ല. മതിൽ പണിയാഞ്ഞത് കൊണ്ടാണ് നീ ഇവിടെ കയറി കളിക്കുന്നത്, അതാ പറയുന്നത്. എന്നാൽ ഞങ്ങൾ യെരൂശലേമിനെ ഒരു വിശുദ്ധ നഗരമാക്കാൻ പോകുകയാണ്. പിന്നെ നിനക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനകത്ത് കയറി ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം, പല സമയത്തും നമ്മുടെ ആളുകൾ, നേതാക്കന്മാരെല്ലാം നന്നായിട്ട് നമ്മൾ നന്നാകാനായിട്ടിരിക്കുന്നുണ്ട്. അതല്ല ദൈവവചനത്തിൻ്റെ സിസ്റ്റം, അതല്ല നടക്കാൻ പോകുന്ന കാര്യം. എന്താണ്? നമ്മൾ വിശുദ്ധരാവുക എന്നുള്ളതാണ്. തുടക്കം ജനങ്ങളിൽ നിന്നായിരിക്കണം, നമ്മളിൽ നിന്നായിരിക്കണം. കുമ്മനാട്ടൊന്ന് സർക്കുലർ ഇറക്കി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ വിശുദ്ധരാകാനായിട്ട് ഇതുവരെയും കുമ്മനാട്ടൊന്നും ഒരു സർക്കുലർ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാത്തിനും സർക്കുലർ കിട്ടുന്നുണ്ട്. പക്ഷേ വിശുദ്ധരായി ജീവിക്കണമെന്ന് പറഞ്ഞ് ഇതുവരെ ഒരു സർക്കുലർ നമുക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ നമുക്ക് അശുദ്ധരായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. ഞാൻ പറയല്ലോ, ചില ആളുകൾ പറയും നമ്മുടെ നേതാക്കന്മാരെല്ലാം മോശക്കാരാ. നമുക്ക് അങ്ങനെയുള്ളതിനെ കിട്ടത്തുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോശക്കാരാണെങ്കിൽ നമുക്ക് പറ്റുന്ന നേതാക്കന്മാരെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു രാജ്യത്തിന് യോജിക്കുന്ന ഭരണാധികാരികളെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് പ്രിൻസിനകത്ത് മാക്കിയവെല്ലി പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന് യോജിക്കുന്ന ഭരണാധികാരികളെയാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മളൊന്ന് ആത്മീകരായി നോക്ക്. നമ്മൾ ആത്മീകരായി കഴിഞ്ഞാൽ അനാത്മീകനായ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ നേതൃത്വം ആത്മീയത്തിലേക്ക് വരാൻ നിർബന്ധിതരായിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ കാര്യം? ഇല്ലേ? അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ആണെങ്കിൽ എങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് ഒരു അനാത്മീകനായ നേതാവിന് വരാൻ പറ്റത്തില്ല? അതുകൊണ്ട് ഈ നേതാവ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പം ഫാമിലി കൗൺസിലിങ്ങിന് ചെല്ലുന്ന സമയത്ത് ആളുകളോട് പറയുമ്പോഴത്തേക്ക് ചിലർ വന്നിട്ട് പറയും, ബ്രദർ, ഐ മാരീഡ് എ റോങ് പേഴ്സൺ. സഹോദര, ഞാൻ കല്യാണം കഴിച്ചത് ഒരു തെറ്റായ ആളെയാണ്, എനിക്ക് യോജിക്കുന്ന ആളെ അല്ല എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്ന കാര്യമുണ്ട്, ദാറ്റ് മീൻസ് യുവർ സ്പൗസ് ഓൾസോ ഗോട്ട് എ റോങ് പേഴ്സൺ, ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾക്ക് യോജിക്കുന്ന ആളെ അല്ല നിങ്ങളുടെ പങ്കാളിക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ പങ്കാളിക്ക് യോജിക്കുന്ന ആളല്ല നിങ്ങളൊന്നുമല്ലേ? അപ്പം മാറ്റം വരുന്നത് അയാൾ മാത്രമാകണം നിർബന്ധമില്ലല്ലോ, നിങ്ങൾക്കും മാറ്റം വരാമല്ലോ, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമുക്ക് യോജിക്കുന്ന ഒരു ലീഡറിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വ്യത്യാസപ്പെട്ടാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? ജനം ആത്മീകരായി കഴിഞ്ഞാൽ നേതാവിന് ആത്മീകനാകാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ വിഭാവന, നമ്മുടെ സഭകളിൽ മുഴുവൻ ആളുകളും വിശുദ്ധരായിരിക്കുന്ന സമയത്ത് ആ വിശുദ്ധിയുടെ തീയിൽ നിൽക്കാൻ കഴിവില്ലാതെ അനാത്മിക നേതാക്കൾ പരക്കം പായുകയോ അല്ലെങ്കിൽ അവർ വിശുദ്ധരായി രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ആ ഒരു സ്റ്റേജിന് വേണ്ടി വേണം നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാനായിട്ട്. അവൻ പണിയാൻ വന്നു കഴിഞ്ഞപ്പോൾ സൻബല്ലത്തിനും തോബിയാവിനും അത് ഇഷ്ടമായി. അവരെ പരിഹസിച്ചു, നിന്ദിച്ചു. ഇതിനൊന്നും എതിര് പറയുന്നില്ല, ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം പറയുന്നില്ല. നീ രാജാവിനെതിരെ മത്സരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇല്ല, അങ്ങനൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിന് ഉത്തരം പോലും പറയുന്നില്ല. അവൻ പറയാതെ എന്താണ്? എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്നാണ്. എന്നാൽ അവർ മതിൽ പണി തുടങ്ങി. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. പണി തുടങ്ങി പല സ്ഥലങ്ങളിലായിട്ട്. ഞാനതിനെക്കുറിച്ച് രാവിലെ പറഞ്ഞു. പണിയെല്ലാം ഒരു പരുവമായി കഴിഞ്ഞപ്പോൾ അവർ, വാസ്തവം പറഞ്ഞാൽ വെറുതെ ഉള്ള ഒരു കോപമോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തും കേട്ടപ്പോൾ 4-ാം വാക്യത്തിൽ അവർ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. അവർ എങ്ങനെ കയറിയാലും എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ മതില് താഴെ വീഴും എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവൻ പാതി പൊക്കം വരെ തീർത്തു. മനസ്സൊരുക്കമുള്ള ഒരു ജനമാണ്. പീപ്പിൾ ഹാഡ് എ മൈൻഡ് ടു വർക്ക്, ഇല്ലേ? വാസ്തവത്തിൽ ഏത് പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്കതിനൊരു മനസ്സൊരുക്കം ഉണ്ടായാലേ പറ്റുള്ളൂ. ഏത് കാര്യത്തിനും നമ്മൾ ഈസി ലിവിങ്. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ സഹോദരന്മാരെ ചില ക്ഷീണത്തിലൊക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രസംഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നല്ല കാര്യമാണ് പാസ്റ്റർ, എന്നാൽ ഞങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കാമെന്ന്. അപ്പോൾ
ഇരുന്നോണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കേൾക്കത്തുള്ളൂ? കിടന്നുകൊണ്ടേ കേൾക്കത്തുള്ളൂ. ഇരുന്ന് പ്രസംഗിക്കുന്നത് തെറ്റാണെന്നൊന്നുമില്ല. മേ ബി ബൈബിൾ ക്ലാസ്സുള്ള മറ്റാണെങ്കിൽ നോർമലി ഐ സിറ്റ് ആൻഡ് ടേക്ക് ബൈബിൾ സ്റ്റഡി ഫോർ സ്മോൾ ഗ്രൂപ്പ്സ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ മനസ്സൊരുക്കം എന്ന് പറയുന്ന ആ കാര്യമുണ്ടല്ലോ ഇല്ലേ, ആ മനസ്സൊരുക്കമുള്ള ഒരു വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദൈവം എല്ലാവരെയും യേശു കർത്താവ് ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവരെന്തെങ്കിലും ഒരു അധ്വാനം ആയിരുന്നു. എന്താ, മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ അവൻ വിളിച്ചു, ചുങ്കസ്ഥലത്തിരുന്ന ലേവി അവൻ വിളിച്ചു, ഇല്ലേ? എല്ലായ്പ്പോഴും ദേ വർ വർക്കിംഗ്. അതുകൊണ്ട് ദൈവം വർക്ക് ചെയ്യുന്നവനെ, മനസ്സൊരുക്കമുള്ള പണി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ കാണാം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അല്ലെങ്കിൽ എന്താണ്, മറ്റ് മതസ്ഥരാണെങ്കിൽ പോലും ഈ ചത്തേ ചതഞ്ഞേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇങ്ങനെയുള്ള മടി പിടിച്ച ആളുകളെ അല്ലേ. ചില വളരെ ഉത്സാഹമായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളും ഏതെങ്കിലും സുവിശേഷ വേലയുടെ കാര്യം വരുമ്പോഴത്തേക്ക് നാച്ചുറലി അവർ എന്താണ്, മനസ്സൊരുക്കമില്ലാത്ത നിലയിൽ. നമ്മളാണെങ്കിലും ഉണ്ടല്ലോ, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുന്ന ദിവസം ഏതാ? ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ കാണുന്ന ദിവസം ഞായറാഴ്ചയാണ്, റിലാക്സ്ഡ് ആയിട്ട്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോകണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ജോലിക്ക് പോകണം, ബിസിനസ്സിന് പോകണം. ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ റിലാക്സ്ഡ് ആണ്. കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, ഇല്ലേ? ജനം മനസ്സൊരുക്കമുള്ളവരായത് കൊണ്ട് അവരെന്താണ്, അവരധ്വാനിച്ചു, മതിൽ പാതി പൊക്കം വരെ പണിതു. വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം ഒരു ലേസിനെസ് വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിന് നിങ്ങളൊന്ന് കാണിച്ചാൽ നാച്ചുറലി നിങ്ങൾ ഒരു അശുദ്ധ ജീവിതം ജീവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വീണ് പോകുമെന്നുള്ളതിന് സംശയമില്ല. ഞാൻ എപ്പോഴും സ്ട്രൈവ് ചെയ്യുന്നുണ്ട് പാപത്തോട്. ഞാൻ വേദസ്ഥലൊരു വാക്യം എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നതാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്തുന്നില്ല. പോരാടുക, നമുക്കൊരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്താണ്? അത് പാപത്തോടുള്ള പോരാട്ടമാണ്. അയൽക്കാരനുമായിട്ടുള്ള പോരാട്ടമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള പോരാട്ടമല്ല, പാപത്തോടുള്ള ഒരു വലിയ പോരാട്ടമുണ്ട്. ഇവിടെ വളരെ ഈഗർനെസ്, നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്കൊരു ഈഗർനെസ് ഉണ്ടോ ഇല്ലേ? നമ്മുടെ ഈഗർനെസ്, പിള്ളേരെ സ്കൂളിലെ ക്ലാസ് ടെക്സ്റ്റിന് വേണ്ടി, ക്ലാസ് ടെക്സ്റ്റ് ദാറ്റ് മീൻസ് എവറി വീക്ക് സം സ്കൂൾസ് ഹാവ് എക്സാംസ്, അതിനുവേണ്ടി പഠിപ്പിക്കുന്ന അത്രയും ഉത്സാഹം സൺഡേ സ്കൂളിൻ്റെ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ? അതാണ് അതിനകത്തെ ചോദ്യം. ദാറ്റ് മീൻസ് നമ്മൾ ഈഗർനെസ് ഇല്ല. പിന്നെ എങ്ങനെയാണ്, പിന്നെ ഏത് രീതിയിൽ നമുക്ക് മതിൽ പണിയെന്ന് പറഞ്ഞാൽ എവിടെ നടക്കും? വസ്തുതയിൽ നിന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, ആത്മീയ കാര്യങ്ങളിലുള്ള എൻ്റെ ഉത്സാഹം എങ്ങനെയുണ്ട്? ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിക്ക്, മതിൽ പണിയുവാൻ ഉത്സാഹമില്ലാത്തൊരു വ്യക്തിക്ക്, പിശാചിനെ പുറത്തു നിർത്തുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിക്ക്, ലോകത്തെ പുറത്തു നിർത്തുവാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിക്ക്, അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യാത്തൊരു വ്യക്തിക്ക്, അതിനുവേണ്ടി പോരാടാത്ത ഒരു വ്യക്തിക്ക് പിശാചിനെ പുറത്ത് നിർത്താൻ കഴിയത്തില്ല. യാക്കോബ് ലേഖനത്തിൽ പറയുന്ന, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ഇല്ലേ? അവനോട് എതിർത്ത് നിൽപ്പീൻ. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. റെസിസ്റ്റ്, ദാറ്റ് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്. ഞാൻ പറയട്ടെ, എങ്ങനെയെങ്കിലും പിശാചിൽ നിന്ന് രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്, എങ്ങനെയും പിശാചിനെ ഓടിക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് നോക്കുന്നത്. നോ, അതല്ല, എതിർത്ത് നിൽക്കുക ഇന്ന് വളരെ അത്യാവശ്യമായിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് മതില് പാതി വരെ പൊക്കം പണിത് കഴിഞ്ഞപ്പോൾ 7-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. നോക്ക്, പണി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം ഇഷ്ടക്കേട് തുടങ്ങി, പിന്നെ പരിഹാസമായിരുന്നു, പിന്നെ ദുരാരോപണം നടത്തി, പിന്നെ നിന്ദിച്ചു, പിന്നെ കോപിച്ചു. ഇപ്പോഴെന്താണ്? മഹാകോപം. കാര്യം പണി നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ എതിർപ്പുണ്ടാകും എന്നതിന് സംശയമില്ല. പിശാച് എതിർക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല. എന്നാൽ അവിടെ താഴോട്ട് കാണുമ്പോൾ കോപം ജ്വലിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. യെരുശലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. നോക്ക്, ഇവർ തമ്മിൽ അത്ര കൂട്ട് ഉള്ളവരൊന്നുമല്ല. പക്ഷേ യെരുശലേമിൻ്റെ മതിൽ പണിയെന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കളായിരിക്കുന്ന ആളുകൾ അവരുടെ ശത്രുത മറന്ന് എന്ത് ചെയ്തു? കൂട്ടുകെട്ടുണ്ടാക്കി. യേശുവിനെ കൊല്ലാൻ വന്നപ്പോഴത്തേക്ക് ഹേരോദാവും പീലാത്തോസും ഒന്നിച്ചു, അവർ കൂട്ടുകാരായി. അതിനു മുമ്പ് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ യേശുവിനെ കൊല്ലേണ്ട സമയമായപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എന്ത് ചെയ്തു? കൂട്ടുകാരായി എന്നുള്ളതാണ്.
എന്നാൽ അവർ ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്, അവർ യുദ്ധം ചെയ്യേണ്ടതിനും കലക്കം വരുത്തേണ്ടതിനും അവിടെ എഴുതിയിരിക്കുകയാണ്. യുദ്ധം ചെയ്യേണ്ടതിനും കലക്കം വരുത്തേണ്ടതിനും. എനിക്ക് വാക്യം വായിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിച്ചു. അതിനാ ഏറ്റവും കുറഞ്ഞത് ശത്രുവിന് മനസ്സിലായല്ലോ ഇവരോട് യുദ്ധം ചെയ്യണമെന്ന്. ആദ്യം ഇവരെന്താ പറഞ്ഞത്? എടാ, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തോ ചെയ്യാൻ പോകുകയാ, ഇവന്മാരുടെ മതിൽ പണിത് കഴിഞ്ഞാൽ ഒരു കുറുക്കൻ കയറുമ്പോൾ താഴെ വീഴും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ്. അതിൻ്റെ അർത്ഥം ഒരു യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട ശത്രുവാണ് എന്ന ബോധ്യം. അത്രയും വളർന്നല്ലോ ഇവർ. ഈ ദുർബലന്മാരായ യഹൂദന്മാർ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ അത്രയും വളർന്നല്ലോ. ഏത് അവർ പറയാണ്, എടാ നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, വർത്തമാനം പറഞ്ഞ് തോൽപ്പിക്കാൻ ഓടിക്കാമെന്നാണ്. ചിലപ്പോൾ ഉണ്ടല്ലോ ചില ആളുകളെ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അങ്ങ് ഓടിപ്പോക്കോളും, ഇല്ലയോ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പറ്റത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പറയും അങ്ങനൊന്നും അവൻ ഓടിപ്പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാർ ദുർബലന്മാരാണെന്നും അവരെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ ആളുകൾ മതിൽ പണിത് കഴിഞ്ഞപ്പോൾ എന്താണ്? യുദ്ധം ചെയ്യേണ്ട ഒരു ശത്രുവാണ് എന്ന നിലയിൽ. ഇതിനു മുമ്പ് വരെ അവർ ആലോചിച്ചിട്ടില്ല. കാര്യം അവരുടെ പോക്കറ്റിലായിരുന്നത്. ശത്രു വാതിൽ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ ആര് കയറണമെന്നും ആര് പോകണമെന്നും തീരുമാനിക്കാനുള്ള ശക്തി വരെ അവർക്കുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മതിൽ പണി തുടങ്ങിയതേ ഉള്ളൂ, പകുതി പൊക്കം വരെ പണിതുള്ളൂ. അപ്പോൾ തന്നെ ഇവർ മനസ്സിലാക്കി എന്താണ്? ഇവർ എതിർക്കപ്പെടേണ്ട ഗ്രൂപ്പാണെന്ന്. തന്നെയല്ല, അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, കലക്കം വരുത്തേണ്ടതിന്. ശത്രുവിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അതാണോ ശരി, ഇതാണോ ശരി, ഇങ്ങനെ പോകണോ, ഇങ്ങനെ പോയാൽ ശരിയാകുമോ, നമ്മൾ ഇത്രയുമൊക്കെ അങ്ങ് വിശുദ്ധി വേണോ, ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഇത്ര സ്ട്രിക്റ്റ് ആകണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, ആശയക്കുഴപ്പം ഇല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ആളുകൾ വിട്ടുപോയാലോ? പലപ്പോഴും ഏറ്റവും വലിയ ആശയക്കുഴപ്പം അതാണ്. എന്താണ്? നമ്മൾ ഒത്തിരി സ്ട്രിക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ അങ്ങ് പോയാലോ, ഇല്ലേ? നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് സംസാരിച്ചെങ്കിലേ ആൾക്കാർ വരത്തുള്ളൂ. സോഫ്റ്റായിട്ട് സംസാരിച്ചോ, പക്ഷേ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല, ഇല്ലേ? ദൈവ സഭയിലേക്ക് ഒരുതിനെ പ്രവേശിക്കണമെങ്കിൽ അവൻ വിശുദ്ധൻ, യാതൊരു അശുദ്ധനും അതിൽ കടക്കയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ സഭയിൽ സത്യമായിരിക്കണം. ബാക്കിയുള്ള ഏത് കാര്യത്തിലും കോംപ്രമൈസ് ആകാം, പക്ഷേ വിശുദ്ധിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് പറ്റത്തില്ല. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേവിക്കുന്നത് വിശുദ്ധനായ ഒരു ദൈവത്തെയാണ്. ശത്രു യുദ്ധത്തിന് വന്നു, ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് അവർ പരിശ്രമിച്ചു. എന്നാൽ അവരെന്ത് ചെയ്തു? ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തോ ചെയ്താലും അവർക്ക് ആകപ്പാടെ എന്തേ ഉള്ളൂ? പ്രാർത്ഥിക്കുക. നെഹമയാവിൻ്റെ പ്രത്യേകത അതാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഹമയാവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് മതിൽ പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ നെഹമയാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. എവ്രി ടൈം ഹി വാസ് പ്രേയിങ് ആൻഡ് പ്രേയിങ് ആൻഡ് പ്രേയിങ് ഓൾ ദ ടൈം. പണി തുടങ്ങുമ്പോൾ മാത്രമല്ല, പണിക്കിടയ്ക്കും അവൻ പ്രാർത്ഥിക്കുകയാണ്, രാത്രിയും പകലും അവൻ പ്രാർത്ഥിക്കുകയാണ്, ഇല്ലേ? ഇപ്പോൾ മതിൽ പാതി പൊക്കം പണിത് കഴിഞ്ഞപ്പോൾ ഓക്കെ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് ഞങ്ങളുടെ മതിൽ പകുതി പണിയാനായിട്ട് സഹായിച്ചു, സ്തോത്രം, എന്നാൽ പിന്നെ ഇനിയിപ്പം നമുക്കങ്ങ് പണിയാമെന്നല്ല. തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിക്കഴിഞ്ഞും മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ ഒരു സ്റ്റേജ്. എന്നാൽ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4:9 അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. സഭയ്ക്ക് കാവൽക്കാരാവശ്യമാണ്, അല്ലേ? ലോകം കടക്കാതെ വണ്ണം മതിൽ പണിയണം. എന്നാൽ മതിൽ പകുതി പണിതിട്ട് ചാടിക്കടക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയത്തക്ക നിലയിൽ കാവലും ആവശ്യമാണ്, ഇല്ലേ? ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഏത് ആത്മാവിനെയും വെറുതെ അങ്ങ് സ്വീകരിക്കാതെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ശോധന ചെയ്ത് ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? കാര്യം ലോകം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തൊന്നും പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അതെല്ലാവരും ചെയ്യുന്നതാണ്. ഇങ്ങനെല്ലാം പറയുമ്പോൾ we need somebody who knows what is the truth. അവർ കാവലിരിക്കണം. നോ, ഇത് ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാവൽക്കാർ വേണം. നമ്മുടെ സഭയ്ക്ക് ഇന്ന് ഇല്ലാതെ പോയ ഒരു വലിയൊരു പ്രശ്നമാണ്, നമുക്ക് കാവൽക്കാരില്ല, ഇല്ലേ? നുഴഞ്ഞുകയറ്റക്കാർക്ക് കയറി വരാൻ കഴിയുന്ന ഒരു സ്റ്റേജ്, ആർക്കും എവിടെയും കയറി വരാൻ കഴിയുന്ന ഒരു സ്റ്റേജ്. we need somebody who stand for the Lord and who knows what is truth and what is wrong. എന്താണ് സത്യം, എന്താണ് മിഥ്യ, എന്താണ് തെറ്റ്, എന്താണ് ദൈവവചനത്തിന് അനുസൃതം, എന്താണ് ലോകത്തിൻ്റെ ചിന്താഗതി എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന, അതിനു വേണ്ടി പോരാടുന്നതായ കാവൽക്കാര്, നോക്കി നിൽക്കുന്നതായ കാവൽക്കാര്, നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുന്നതായ കാവൽക്കാര്, ആത്മികരായ ആളുകൾ, അല്ലേ?
ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. വി നീഡ് സ്പിരിച്വൽ പീപ്പിൾ. അത് വലിയ കമ്മിറ്റിയോ കൗൺസിലോ ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. വി നീഡ് സ്പിരിച്വൽ പീപ്പിൾ ഇൻ എവറി ചർച്ച്. നമ്മുടെ ഓരോ സഭയിലും ആത്മീക നേതാക്കൾ വേണം. ഇത് ദൈവികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതായ ആത്മീക നേതാക്കൾ വേണം. കാര്യം നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയണം. ഞാനിത് ഉദ്ദേശിക്കുന്നത് വ്യക്തികളെക്കുറിച്ച് മാത്രമൊന്നുമല്ല. ഇവിടെ വേറെ വല്ലവരും കയറി വരുന്നുണ്ടോ, മറ്റ് സഭയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, അതോ ഒറ്റ കൊടുക്കാൻ വരികയാണോ, ഇതൊന്നുമല്ല ഇതിനകത്തെ വിഷയം. എന്താണ്? ആത്മീയതയ്ക്ക് യോജിക്കാത്ത, ദൈവവചനത്തിനും ദൈവാത്മാവിനും യോജിക്കാത്തതായ കാര്യങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മളുടെ ഒരു വലിയ പ്രശ്നം, എന്ത് പറഞ്ഞാലും നമ്മളങ്ങ് പേഴ്സണിഫൈ ചെയ്യാനാണ് നമ്മുടെ പരിശ്രമം. ഇന്നാര് വരുന്നത്, ഇന്നാര് വരുന്നോന്ന് നമ്മൾ നോക്കാതെ ഒരു തന്നെ കയറ്റി, അതാ പ്രശ്നം ഉണ്ടായി. അതല്ല, നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ലോകത്തിൻ്റെ ചിന്തകളെ, നമ്മുടെ സഭയിലേക്ക് കയറി വരുന്ന ലോകത്തിൻ്റെ സിസ്റ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള സഹോദരന്മാരെ, ഈ സിസ്റ്റം ദൈവികമല്ല, ഈ പറയുന്നത് ദൈവികമല്ല, വേദപുസ്തക പ്രകാരം ശരിയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ കഴിവുള്ള കാവൽക്കാർ. ഹല്ലേലൂയ. അല്ലാതെ ഓരോ വ്യക്തികളെ മാറ്റി നിർത്തുന്ന അല്ല ഞാൻ പറഞ്ഞത്. വ്യക്തികളെ മാറ്റി നിർത്തുന്നത് രണ്ടാമത്തെ കാര്യം. നമ്മൾ വ്യക്തികളെ മാറ്റി നിർത്താൻ ആൾ കാണുമായിരിക്കും, പക്ഷേ സിസ്റ്റത്തെ മാറ്റി നിർത്താൻ ഇന്ന് ആളുകളില്ലാതെ വന്നിരിക്കുന്നു. കാര്യം എന്താണ് ആത്മീയത, എന്താണ് ഭൗതികത, എന്താണ് ലൗകികത, എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് വേദപുസ്തകത്തിന് അനുസൃതമായത്, എന്തതല്ല, എന്താണ് ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിനുള്ളത്, എന്താണ് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു 10 കാര്യം സഭയിൽ നിന്ന് കണ്ടുപിടിച്ച് പറയാൻ പറഞ്ഞാൽ ഇന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല. അത് ശരി, നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നത് അല്ലേ? റൈറ്റ്. നമ്മുടെ സഭയിലെ സിസ്റ്റത്തിൽ, സഭ ഉടച്ചു കളയാനല്ല, ആ സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറാൻ പാടില്ല. അതുകൊണ്ടാണ് കാവൽക്കാർ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇവിടെ ഉണ്ടാകുന്നത്, എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒരു പത്തറ്റിക്കായിട്ടുള്ള വേഴ്സായത്. നിങ്ങൾക്ക് കഴിയില്ല എന്നാര് പറഞ്ഞു? സൻബല്ലത്തും തോബിയാവും പറഞ്ഞു. അത് പോട്ടെ. പക്ഷേ ഇപ്പോൾ യഹൂദ്യർ പറയാണ്, എന്ത്? നമുക്ക് കഴിയില്ല എന്ന്. ബാക്കിയുള്ളതൊക്കെ സഹിക്കാം. പുറത്തു നിന്നൊരാൾ വന്ന് പറയാ, നിനക്ക് വിശുദ്ധ ജീവിതമൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ സഭയ്ക്ക് ഇതിൽ കൂടുതലൊന്നും വളരാൻ പറ്റത്തില്ല, ഉയരാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ നമ്മളത് പറയാൻ തുടങ്ങുമ്പോൾ അത് വലിയ അപകടമാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ, നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ജീവിക്കാൻ പറ്റുമോ? വേദപുസ്തകത്തിൽ പറയുന്ന പോലെയൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ പറയുകയും, നിർഭാഗ്യവശാൽ പല സമയത്തും നമ്മളതൊരു അക്സെപ്റ്റഡ് ട്രൂത്ത് എന്ന നിലയിലാണ്, ട്രൂത്ത് അല്ലത്, അത് ഒരു സത്യമാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോയി. എൻ്റെ ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് നിന്ന് ചേർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് ദൈവം നമ്മളെ മുൻനിർണയിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നാണ്. അതുകൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ അവൻ നമുക്കൊരു മാതൃക തന്നേക്കുക. നമ്മുടെ ജീവിതം അതുപോലെ ആയിരിക്കണം. യേശു ചെയ്യാത്തൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, യേശു ചിന്തിക്കാത്തൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, യേശു നോക്കാത്തിടത്തോളം നമ്മൾ നോക്കാൻ പാടില്ല. നമ്മുടെ കണ്ണ് യേശുവിൻ്റെ കണ്ണ് പോലെ ആയിരിക്കണം, നമ്മുടെ കൈകൾ യേശുവിൻ്റെ കൈ പോലെ ആയിരിക്കണം. അല്ലാത്ത ജീവിതമെല്ലാം ദൈവത്തിൻ്റെ പ്രസാദത്തിലല്ല. ഇത് കേട്ട് സഭക്കാരെല്ലാം ആകെപ്പാടെ അങ്ങ് വിഷമിച്ചു. അങ്ങനെ ഇപ്പോൾ മനുഷ്യനെ ജീവിക്കാൻ പറ്റും? യേശു നോക്കുന്ന പോലെ നോക്കുകയും യേശു പറയുന്ന പോലെ മാത്രം പറയുകയും ഇങ്ങനെ വരണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ അവസാനം എഴുന്നേറ്റ് പറഞ്ഞു, പ്രിയ സഹോദരൻ പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടല്ലോ, വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, എല്ലാം ഒന്നും ചെയ്യാൻ നമുക്കൊക്കത്തില്ലെങ്കിലും നമ്മളലാവോളം കഴിവുള്ളിടത്തോളമൊക്കെ പ്രവർത്തിക്കാൻ നമ്മളും പരിശ്രമിക്കണം. അത് പറഞ്ഞപ്പോഴാ സഭക്കാരുടെ ശ്വാസം നേരെ വീണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ എഴുതും, പക്ഷേ സഹോദര ഇങ്ങനൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മളാലാവോളം വലിയ കുഴപ്പമൊന്നും കാണിക്കാതെ, ആരെയും വഞ്ചിക്കാതെ. ചിലർ പറയുമല്ലോ, ഞാൻ ഗുണത്തിനും പോകത്തില്ല ദോഷത്തിനും പോകത്തില്ല. അത് തന്നെ തെറ്റാ. കാര്യം ഗുണം ചെയ്യാനാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. പിന്നെ നീ ഗുണത്തിനും പോകത്തില്ല ദോഷത്തിനും പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ബിബ്ലിക്കൽ ലിവിങ്, ഞാൻ പല സമയത്തും പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് യു സേ ഇറ്റ് ഈസ് ബിബ്ലിക്കൽ? അവർ പറയുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വേദപുസ്തക പ്രകാരം ശരിയാണ്, പക്ഷേ ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? ഇത് പ്രായോഗികമാണോ? ഒരു നോർമലായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഒരിക്കലും ചേർച്ചിൽ ക്ലാസ് എടുത്ത് 4 ദിവസത്തെ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവിടുത്തെ പാസ്റ്റർ തന്നെ എന്നോട് ചോദിച്ചു, സജി വാട്ട് യു സേ ഇറ്റ് ഈസ് ബിബ്ലിക്കൽ, ബട്ട് ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ?
ഇത് ശരിയായിട്ട് നടക്കുന്ന കാര്യമാണോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അദ്ദേഹത്തെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വർഷം ശുശ്രൂഷയിലുള്ളൊരു ദൈവദാസനാണ്. 35 വർഷം ശുശ്രൂഷയിലുള്ള ദൈവദാസൻ ഇത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എൻ്റെ അടുത്ത്, എന്നെപ്പോലെ ജൂനിയറായിട്ടുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ്. സാധാരണ നിലയിൽ അവരെന്ത് ചെയ്യും? ഞാനിത് സഭക്കാർക്ക് വേണ്ടി പറഞ്ഞതല്ലയോ, ഇയാളെ ഞാൻ വിളിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭക്കാരൊക്കെ നന്നായിക്കോട്ടെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലെന്നുള്ള നിലയിലായിരിക്കും പലപ്പോഴും. പക്ഷേ അദ്ദേഹം വളരെ കൃത്യതയോടെ സിൻസിയറായിട്ടോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, പ്രായോഗികമാണോ നമുക്ക് സംശയം തോന്നാനുള്ള കാരണം വേദപുസ്തകത്തിലെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി വിദൂരത്തിലായി പോയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു സംശയം, ഇത് നമുക്ക് പ്രായോഗികമാണോ എന്ന്. എന്നോടിപ്പം ഇവിടുന്ന് ഈ കസേര വരെ ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ലെറ്റ് മീ ട്രൈ, ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ. പക്ഷേ എന്നോട് ഇവിടുന്ന് ഒറ്റ ചാട്ടത്തിന് എന്തുവാ ഈ ഹോളിൻ്റെ പുറത്തോട്ട് ചാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പരിശ്രമിക്കത്ത് പോലുമില്ല. കാര്യം എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിന്ന് ഒത്തിരി വിദൂരത്തിലാണ്. എന്നതുപോലെ എൻ്റെ ഇന്നത്തെ ജീവിതവും വേദപുസ്തകത്തിലെ ജീവിതവും തമ്മിൽ ഒത്തിരി ദൂരമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറയുകയാണ്, എന്ത്, ഇത് നടക്കത്തില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം ഉണ്ട്, നമ്മൾ ചാടാൻ പറ്റത്തില്ലായിരിക്കും, സമ്മതിച്ചു, പക്ഷെ നടക്കാൻ പറ്റുമെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ നിന്ന് അവിടോട്ട് ഒറ്റ ചാട്ടത്തിന് ചാടാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. ഓവർനൈറ്റ് ഒരാൾ യേശുവിനെ പോലെ ഒന്നും ആകത്തില്ല. പക്ഷേ നമ്മളെ ഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതിനാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. മൈക്കലാഞ്ചലോയുടെ അടുത്ത് ഒരിക്കൽ അദ്ദേഹം ഒരു കൂട്ടുകാരനുമായിട്ട് ഒരുമിച്ച് നടക്കുന്ന കൂട്ടത്തിൽ മൈക്കലാഞ്ചലോ ഒരു ചെറിയൊരു സ്റ്റോൺ, ഒരു മാർബിൾ സ്റ്റോൺ കയ്യിലെടുത്ത് കൂട്ടുകാരൻ ചോദിച്ചു, നീ ഇതുകൊണ്ട് എന്നാണ് ചെയ്യാൻ പോവാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ഒരു മാലാഖ ഉണ്ടാക്കാൻ പോകുകയാണ്. അതെങ്ങനെ മാലാഖ ഉണ്ടാക്കുന്നത്? പറഞ്ഞു, ഇറ്റ് ഈസ് സോ ഈസി. എങ്ങനെ? ഐ സീ എൻ ഏഞ്ചൽ ഇൻ ഇറ്റ് ആൻഡ് ഐ ചിസൽ അവേ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്. ഞാൻ ഇതിൽ ഒരു മാലാഖയെ കാണുന്നു, കല്ലിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മാലാഖയെ കാണുന്നു, ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനിങ്ങനെ കൊത്തിക്കളയുന്നു, ചെത്തിക്കളയുന്നു. സോ ഈസി. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരിക്കലും മാലാഖയെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ബാക്കി ചെത്തിക്കളയാൻ കഴിയാത്തത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ എല്ലാം ഉള്ളിൽ ദൈവം യേശുവിൻ്റെ രൂപത്തെ കാണുന്നുണ്ട്. കാര്യം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് നമ്മളെ എല്ലാവരെയും. പക്ഷെ പാപത്തിൻ്റെ മേധസ് പിടിച്ച്, ലോകത്തിൻ്റെ ഇച്ഛകളുടെ മേധസ് പിടിച്ച് യേശുവിൻ്റെ രൂപത്തെ അതങ്ങ് പൊതിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുറമെ ഇപ്പോൾ എന്താണ്? പാപം നമ്മളെ അങ്ങ് മൂടിയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? യേശുവിൻ്റെ രൂപം ഒളിഞ്ഞു കിടപ്പുണ്ട്. കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ എന്തു ചെയ്യും? അവനിരുന്ന് നമ്മുടെ ഓരോ പാപത്തിൻ്റെ ലെയറിനെയും ചിസിൽ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ സ്വരൂപത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് പക്ഷെ വളരെ പെയിൻഫുൾ ആയിരിക്കും, എന്നാലും അത് നടക്കും. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല, പക്ഷെ അത് നടക്കും. ബിബ്ലിക്കൽ ലിവിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് ഞാൻ പറയുമ്പോഴത്തേക്ക് പിശാച് വന്ന് ഒനിഡ ടി വിയിലെ പരസ്യം പോലെ വന്ന് നിന്ന് പറയുമൊന്നുമല്ല. ചിലപ്പോൾ പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സഭയുടെ നേതാവിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ പാസ്റ്ററിലൂടെ ആയിരിക്കാം. പക്ഷേ ആരത് പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ വാക്കുകളല്ല. നമുക്ക് കഴിയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത തരുന്നത് വാസ്തവത്തിൽ എന്താണ്? അത് സഭ, അത് വാസ്തവത്തിൽ പിശാച് തരുന്ന ഒരു കാര്യമാണ്. ബിബ്ലിക്കൽ ലിവിങ് ഈസ് പ്രാക്ടിക്കൽ. അത് പ്രായോഗികമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. നമ്മുടെ ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ എനിക്കും പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഈ ഏലിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ തീരെ ചെറിയ പ്രായത്തിൽ വായിച്ചതൊക്കെ മറ്റ് പുരാണങ്ങളിലെ ഇതിഹാസങ്ങളൊക്കെയാണ്. ഹിന്ദു പുരാണങ്ങളും ബൈബിൾ വായിക്കുന്ന അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമുണ്ടായിരുന്നതും അങ്ങനത്തെ കഥകൾ, ഹിന്ദു പുരാണങ്ങളും ഗ്രീക്ക് പുരാണങ്ങളും ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ കാര്യം വെച്ചാൽ അവരൊക്കെ ഭയങ്കര ശക്തന്മാരായ ആളുകളാണ്, അല്ലേ? യേശു ആണെങ്കിൽ ഒരു പാവം പിടിച്ച പ്രസംഗിച്ച് വളരെ സൗമ്യനും. അപ്പോൾ എനിക്ക് ആ ശക്തിയുടെ ആ ഒരു വലിയൊരു സിമ്പലൊക്കെ മനസ്സിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ ഇത് ഇതാണ് റിയൽ തിങ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. വേദപുസ്തകം ആ രീതി വായിച്ചപ്പോഴും ഞാൻ ആലോചിച്ചു, കണ്ടോ ഏലിയാവിൻ്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഏലിയാവ് എന്തോ മനുഷ്യനോ നോക്ക്. ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ധൈര്യത്തോടെ കയറി ചെന്ന്
എന്താ, നേരെ അവൻ്റെ മുഖത്ത് നോക്കി ആഹാബിനെതിരായിട്ടൊരു സന്ദേശം പറയുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ ആഹാബെ നീ അല്ല കാര്യം തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്ന പറഞ്ഞത് ഇല്ലേ. രാജാവിനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഒന്നും ചെയ്തില്ല രാജാവ്. അന്ന് മെഷീൻ ഗണ്ണും സ്റ്റെൻ ഗണ്ണും ഒന്നും ഇല്ലെങ്കിലും വാളും കുന്തവും പരിചയമൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇതെല്ലാം കടന്നാണല്ലോ പോകുന്നത്. ഇന്നും കാണാൻ ദൈവം എന്നോട് പറയുകയാണെന്ന് വെച്ചോ, എടാ നീ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് പ്രതിഭാ പാട്ടീലിനോട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ എന്നാലും രണ്ടു വട്ടം ആലോചിക്കും. കാര്യം അതിനകത്ത് ചെന്നിട്ട് വേണമല്ലോ, അതിനകത്തൊന്ന് കയറി കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പറയാൻ. അതിന് മുമ്പേ നമ്മൾ മിക്കവാറും ഒരു അരിപ്പയായിട്ട് പോകും, നിങ്ങൾക്കറിയാൻ പറ്റും. പക്ഷേ ഏലിയാവിന് യാതൊരു പ്രയാസമില്ലായിരുന്നു. അത് തന്നെയല്ല, കർമ്മേലിൻ്റെ കൊടുമുടി പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കുന്നവനായ ഏലിയാവ്. അതുമല്ല, അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെടുന്നവനായ ഏലിയാവ്. ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഏലിയാവ് ആരാ, ഞാൻ ആരാ, എനിക്കിപ്പോൾ ഏലിയാവാകാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ വേദപുസ്തകത്തിലെ വലിയ സ്പിരിച്വൽ ജയൻസ് ആണ്. നമ്മളൊക്കെ പാവം പിടിച്ചവർ. സാജുവിന് എല്ലാം ആകാൻ പറ്റുള്ളൂ, എനിക്കിപ്പോൾ ഏലിയാവൊന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അതൊക്കെ ദൈവം ചില ആളുകൾക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്. ഏതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാനതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനെ വായിച്ച് പുതിയ നിയമത്തിൽ വന്നപ്പോൾ എഴുതിയിരിക്കുക, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെന്ന്. അത് വായിച്ചോടെ എൻ്റെ അടപ്പ് തട്ടിപ്പോയി. ഞാൻ ചിന്തിച്ചത് കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാമെന്ന്. അപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്കും ഏലിയാവിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ, ദൈവികമായ വിശുദ്ധിയിലും ശക്തിയിലും ആത്മാവിലുള്ള ജീവിതം വേദപുസ്തകത്തിലെ ഏത് കഥാപാത്രം ജീവിച്ചോ അതുപോലെ ജീവിക്കാനുള്ള അവരൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പീപ്പിൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ ആത്മീയമായ വലിയ ആഴമുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഞാൻ എന്നോട് തന്നെയും ദൈവത്തോടും പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ജീവിക്കുന്നത് വലിയ ആഴമുള്ള സ്പിരിച്വൽ ലിവിങ്ങാണ്. ഇതൊക്കെ ആഴമുള്ള സ്പിരിച്വൽ ആത്മീയ ജീവിതമാണ് എന്ന് പറഞ്ഞ് കവർ ഒന്നുകൂടെ മറിച്ച് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നു നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, സാധാരണ ക്രിസ്തീയ ജീവിതം. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ച് ഇതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം. പക്ഷേ വാച്ച്മാനി എഴുതിയിരിക്കുകയാണ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന്. വേദപുസ്തക പ്രകാരം ക്രിസ്തീയ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നോർമലാണ്. അല്ലാതെ സൂപ്പർ നോർമൽ പീപ്പിളോ വലിയ സ്പിരിച്വൽ ജയൻസിന് വേണ്ടി ഒരു ജീവിതവും സാധാരണക്കാരായ നമുക്ക് വേണ്ടി വേറൊരു ജീവിതവും വേദപുസ്തകം വിഭാവന ചെയ്തിട്ടില്ല. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിന് അനുരൂപരാവുക എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ഒരുപോലെ ദൈവം വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. എനിക്കും നിങ്ങൾക്കും, എത്ര വലിയ ആൾക്ക്, ബില്ലി ഗ്രഹാമിനും ബെന്നിഹീനും എനിക്കും എല്ലാവർക്കും ദൈവം ഒരു ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്. എന്താണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കഴിയുകയില്ല എന്നുള്ള ചിന്ത പിശാച് തരുന്നതാണ്. വേദപുസ്തകം പറയുന്നു യു ക്യാൻ, സർട്ടൻലി യു ക്യാൻ. അല്ലെങ്കിൽ ഇത് വേദപുസ്തകത്തിൽ എഴുതി വെക്കത്തില്ല. ദൈവം നമ്മളെ കളിപ്പിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എടുക്കാൻ വയ്യാത്തൊരു നുകം നമ്മുടെ മേളിൽ കർത്താവ് എടുത്ത് വെക്കത്തില്ല. കർത്താവ് പറഞ്ഞു എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ അതോടൊപ്പം തന്നെ പറയും എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അല്ലേ? ഇറ്റ് ഈസ് നോട്ട് സോ ബേർഡൻസം. അത് പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇത് വലിയ പ്രയാസമാണെന്ന് തോന്നുന്നത്. എന്നാൽ അവൻ്റെ നുകം ഏറ്റ് അവനോട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നുകം എന്ന് പറയുന്നത് അവിടെ കർത്താവ് പറയുന്ന ഇതാണ്, ഞാൻ ഒരു സൈഡിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പ്ലോ ചെയ്യുമ്പോഴേ കലപ്പ കൊണ്ട് നമ്മൾ ഉഴുതു പോകുമ്പോഴത്തേക്ക് രണ്ട് കാള രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഒരിക്കലും മെരുക്കമില്ലാത്ത രണ്ട് കാളയെ വെച്ച് എന്ത് ചെയ്യത്തില്ല? ഉഴാനായിട്ട് വിടത്തില്ല. മെരുക്കമുള്ള ഒരു കാളയും മെരുക്കമില്ലാത്ത ഒരു കാളയും ഇതിന് രണ്ടിനെയും കൂടെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഉഴാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ മെരുക്കമുള്ള യേശു വലതുവശത്ത് നിൽപ്പുണ്ട്, ഇപ്പുറത്താരാ നിൽക്കുന്നത്? മെരുക്കമില്ലാത്ത ഞാനാണ് നിൽക്കുന്നത്. എനിക്ക് വിശുദ്ധ ജീവിതം ഒന്നും അറിയത്തില്ല. എനിക്ക് ഇടതുവശത്ത് പുല്ല് കാണുമ്പോൾ അങ്ങോട്ട് തിരിയണം, അല്ലേ? ജഡത്തിൻ്റെ ഇച്ഛകൾ അവിടെ ഇവിടെ കാണുമ്പോഴെല്ലാം അങ്ങോട്ട് എനിക്ക് തിരിയണം. പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിയാൻ ആര് സമ്മതിക്കത്തില്ല? ഈ കാള സമ്മതിക്കത്തില്ല. കാര്യം നുകം രണ്ടും കൂടെ ഒരുമിച്ച് യോക്ക് ചെയ്തിരിക്കുക, അല്ലേ? എന്നതുപോലെ കർത്താവിനോട് ചേർന്നാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ വിശുദ്ധ ജീവിതം ഒരിക്കലും അസാധ്യമല്ല. തന്നെ നടക്കുകയാണെങ്കിൽ മെരുക്കമില്ലാത്തൊരു കാള തന്നെ നടന്നാൽ ഒരിക്കലും ഉഴാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സൈഡിൽ യേശു ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും? യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നത്.
അവൻ്റെ മുഖം, അവൻ വലത്തുവശത്തും ഞാൻ ഇടതുവശത്തും നിൽക്കണം. അങ്ങനെ വേണം ക്രിസ്തീയ ജീവിതം. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം, നമുക്ക് കഴിയുകയില്ല അല്ലെങ്കിൽ എന്നുള്ള ഈ ഭാഗം വാസ്തവത്തിൽ പിശാച് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ, നമുക്ക് സാധ്യമാണ്. എന്തുകൊണ്ട് സാധ്യമാണ്? നമ്മുടെ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എനിക്ക് സ്വയമായിട്ട് കഴിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ എനിക്കത് സാധ്യമാണ്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എനിക്ക് സ്വാഭാവികമായ, അത് ഞാൻ ട്രെയിൻഡ് അല്ല, പക്ഷേ അപ്പുറത്ത് ആര് നിൽക്കുന്നു? യേശു നിന്ന് എന്നെ നയിക്കുന്നത് കൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് തന്നു കൊടുക്കാനായി ഇതെന്തെങ്കിലും നന്നാകുമോ? മതിൽ പണിയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? പകുതിയൊക്കെ പണിതില്ലയോ, ഇനി അങ്ങ് നിർത്തരുതോ? പകുതി പണിതിട്ട് എന്താ അർത്ഥം, അല്ലേ? നോൺ പെന്തിക്കോസ്റ്റൽ എക്യൂമെനിക്കൽ സർക്കിളിലെ പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കും, എന്തിനാ സാജു ഈ പെന്തിക്കോസുകാരുടെ കൂടെ കൂടി എന്തിനാ ഇങ്ങനെ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? പെന്തിക്കോസ് പറഞ്ഞുകൊണ്ട് ഇയാൾ പുറത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഇത് നന്നാക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല, പിന്നെ എന്തിനാ ഈ കാര്യം ഇട്ടേച്ചങ്ങ് പോവും, അല്ലേ? എപ്പോഴും ആളുകൾ ചോദിക്കുന്നത്, ഇത് ശരിയാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പെന്തിക്കോസ് പോലെ ശരിയാകൂ? മതിൽപ്പണി നടക്കത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല എന്നുള്ളത് നമ്മളോട് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ആത്മീകമായ ഒരു കാഴ്ചപ്പാടല്ല. എന്നാൽ ഈ പകുതി പണി നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഒരു വേലി പണിയാ അല്ലെങ്കിൽ ഒരു മതിൽ പണിയാണെന്ന് വെച്ചോ, അതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടതുകൊണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ? ഇല്ല. പകുതി പണിതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ശത്രുവിന് കടക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഇത് പണിതേലേ പറ്റൂ. അതുവരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പണിതുകൊണ്ടിരിക്കണം. ഇനി അതിൻ്റെ 11-ാം വാക്യത്തിൽ അവർ പണി നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ചെയ്യുന്നതായ കാര്യം, 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവർ ഒളിപ്പോര് ചെയ്യാനായിട്ട്, നേരിട്ട് യുദ്ധം ചെയ്യാനാണ് ആദ്യം അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ ഒളിപ്പോര് ചെയ്യാനായിട്ട് ഒളിപ്പോര് നടത്താനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. നമ്മൾ ആരും അറിയാതെ പെട്ടെന്ന് ചെയ്യുന്നത്, അവരെ കൊന്നിട്ട് പിന്നെ ആൾക്കാരെ അറിയാവൂ. എന്തുകൊണ്ട് അവർ ഒളിപ്പോരിനെ പ്ലാൻ ചെയ്യുന്നറിയാമോ? ശത്രു അത്ര നിസാരനല്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ്. നെഹമയാവും പണിയാൻ തയ്യാറായി വന്നിരിക്കുന്ന യഹൂദ്യരും നിസാരന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്തേനെ? നേരിട്ട് യുദ്ധം ചെയ്തേനെ. അതിന് പകരം എന്ത് ചെയ്യുന്നു? ഒളിപ്പോര് നടത്തുന്ന ആളുകൾ. ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെതിരെ ശത്രു ആദ്യം പിണങ്ങി, പിന്നെ പരിഹസിച്ചു, നിന്ദിച്ചു, ദുരാരോപണം നടത്തി, മഹാകോപം കാട്ടി, യുദ്ധത്തിനൊരുങ്ങി, ഇപ്പോഴേറ്റവും ഒടുവിൽ ഒളിപ്പോര്. പല സമയത്തും ആത്മീയ കാഴ്ചപ്പാടിൽ ആത്മീയമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് യുദ്ധം പലപ്പോഴും നേരിട്ടല്ല. ഒരു പക്ഷേ അവർ ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ടായിരിക്കും, നിരാശ, വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം, അല്ലെങ്കിൽ സ്വഭാവഹത്യ, ക്യാരക്ടർ അസാസിനേഷൻ, അല്ലെങ്കിൽ മക്കൾ വരുത്തുന്നതായ മുറിവുകൾ, വ്യാജ സഹോദരന്മാരായുള്ള ആപത്ത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, അധികം സമയമില്ല, എങ്കിലും ഞാൻ പറയട്ടെ. ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്റ്റേജ്. പലപ്പോഴും മിഷൻ ഫീൽഡുകളിലും മറ്റും ഞാൻ മിഷണറീസിൻ്റെ ചരിത്രവും അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും ചരിത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മാത്രം ചിലർക്ക് മാത്രമുള്ള കാര്യങ്ങളല്ല. പഴയ കാലത്ത് മാത്രം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഒറീസയിലെ റൈക്കിയായിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്ന പാസ്റ്റർ ഇപ്രാവശ്യം ദിവ്യസുന്ദരം എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. അയാളുടെ ഭാര്യയെ ഞാൻ പോയി കണ്ടു, മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട പാസ്റ്ററുടെ ഭാര്യയെ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്ലാൻ? അവർ പറഞ്ഞു, എൻ്റെ ആങ്ങള, അതായത് എൻ്റെ സഹോദരൻ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്, എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, അവരെല്ലാം ഹിന്ദുക്കളാണ്, ഞാൻ മാത്രമാണ് വിശ്വാസത്തിൽ വന്നത്. ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എനിക്കറിയാം, അവർ അദ്ദേഹത്തിൻ്റെ പേര് വരെ പറഞ്ഞു, തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്ന് കഴുത്തു വെട്ടി. ഇത് കണ്ടുകൊണ്ട് നിന്ന സ്ത്രീയാണ്. ഞാൻ ഇവിടെ ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ? റൈക്കിയായി തിരിച്ചു പോകുന്നുണ്ടോ? എന്ന് പറഞ്ഞില്ല. പിന്നെന്താ നിങ്ങളുടെ പ്ലാൻ? നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അവർ പറഞ്ഞു, ഒരിക്കലും എനിക്ക് ആലോചിച്ചിട്ട് പോലും ഇല്ല എൻ്റെ യേശുവിനെ വിട്ടിട്ട് ഞാൻ പിന്മാറിപ്പോകുന്നു. അവർ ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്ത്യാനിയായിട്ട് പോയിട്ട് എന്തിനാ ഇങ്ങനെ പട്ടിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നീ തിരിച്ചു വാ, ഞാൻ നിന്നെ രാജാവിനെ പോലെ നോക്കാമെന്നൊക്കെ എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, ഞാൻ എൻ്റെ യേശുവിനെ വിട്ട് കളയത്തില്ല. ഞാൻ ചോദിച്ചു, നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നാ? പറഞ്ഞു, റൈക്കിയാൽ ഞാൻ തിരിച്ചു പോകത്തില്ല. എൻ്റെ കുഞ്ഞിന് ഒരു മോളേ ഉള്ളൂ, മൊണാലിസ എന്നവളുടെ പേര്.
എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വേദോസം എടുത്ത് സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അവളോട് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു. പക്ഷേ ഒരു പാവപ്പെട്ട പെണ്ണ് ഭർത്താവ് തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊല്ലപ്പെട്ടിട്ട് അവൾ വീണ്ടും കർത്താവിന് വേണ്ടി തന്നെ നിലകൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ ആരും അറിഞ്ഞില്ല. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് ഇല്ലേ? നഷ്ടം സഹിക്കുന്നവരായ ആളുകൾ, ഒളിപ്പോര് നടത്തുന്നതായ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. ആ ഒളിപ്പോരിൽ അവരെന്ത് ചെയ്യുന്നില്ല, തകർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അഡോണിറാം ജഡ്സൺ, ബർമയിൽ സുവിശേഷ വേല ചെയ്ത ദൈവദാസൻ, അനേകം മാസങ്ങൾ അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിലായിരുന്ന സമയത്ത് പകൽ എഴുന്നേറ്റ് നിൽക്കാൻ അനുവദിക്കും, രാത്രിയിൽ കാല് ജനലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, തോള് മാത്രം താഴെ തൊട്ട്. അങ്ങനെയാണ് രാത്രിയിൽ അദ്ദേഹത്തെ കിടത്തിയിരുന്നത്. 19 മാസങ്ങൾ, 19 months. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞിനെ പോയി കാണാൻ പോലും ബർമീസ് ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ല. എല്ലാ ആഴ്ചകളിലും ഈ സ്ത്രീ വന്ന് ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നു, ഈ ദുരിതമെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ജഡ്സൺ പോയതിന് ശേഷം അവിടുത്തെ സഭയുടെ സകല ഭാരവും ഈ സ്ത്രീയുടെ തോളിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ജഡ്സൺ ജയിൽ വിമോചിതനായി മടങ്ങി വന്നപ്പോൾ ഈ സ്ത്രീ ഇൻസൈനായിപ്പോയി, തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീ ആയിപ്പോയി. എന്നിട്ടും അഡോണിറാം ജഡ്സൺ എന്ന് പറയുന്ന ദൈവദാസൻ അവൻ്റെ മതിൽപ്പണി അവസാനിപ്പിച്ചില്ല, അവൻ്റെ ജോലി അവസാനിപ്പിച്ചില്ല. ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അസുഖങ്ങൾ കൊണ്ടൊരു പക്ഷേ നിറച്ചേക്കാം, എത്രയോ അസുഖങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ, ചൈനയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ വ്യക്തിയാണ് സിറ്റി സ്റ്റാർട്ട്. ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ കൗണ്ടി പ്ലെയറും ഇന്ന് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ കാര്യം പറയുന്ന പോലെ അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു ചാൾസ് സിറ്റി സ്റ്റാർട്ട്. അദ്ദേഹത്തിന് ചൈനയിലേക്ക് പോകാനുള്ള ഒരു കോളുണ്ടായി. പക്ഷേ ചൈനയിലേക്ക് പോകാൻ കോളുണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ സകല സമ്പത്തും വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, പിന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം ഏകദേശം ഉറച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പോയി, അദ്ദേഹം ജനിച്ചു വളർന്ന വീട് അതിൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ കണ്ടിട്ടുണ്ട്. 100 മുറികളോളമുള്ള ഒരു കൊട്ടാരത്തിലാണ് ഈ മനുഷ്യൻ ജനിച്ചത്. അത്രയ്ക്കും ധനികനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോൺ സ്റ്റഡിന് ഇന്ത്യയിൽ കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് പോലും പറയാതെ തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള മിഷൻ ഓർഗനൈസേഷൻസിന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാൽവേഷൻ ആർമിയുടെ വില്യം ബൂത്തിന് മേജർ പോർഷൻ അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് അയച്ചു കൊടുത്തു. ഒരു ചെറിയ സ്വത്ത് മാത്രം, കുറച്ച് പൈസ മാത്രം മാറ്റിവെച്ചു. കല്യാണം കഴിക്കാൻ പോയാണല്ലോ, കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ, ഭാര്യയ്ക്കും ഭർത്താവിനോട് താമസിക്കാൻ ഒരു ചെറിയ വീട്, കൊട്ടാരം പോലുള്ള വീടൊക്കെ വേണ്ട, ഒരു ചെറിയ വീട്, അതിനുവേണ്ടിയുള്ള പണം മാത്രം മാറ്റിവെച്ചിട്ട് ഈ മനുഷ്യൻ ബാക്കിയെല്ലാം എഴുതി വിറ്റു. അതിനെക്കുറിച്ചൊരു സ്റ്റോറിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ചെന്ന് ഈ സ്ത്രീയോട് പറയുന്നത്, ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട് പറയുന്നത്, ദേ ഞാൻ കർത്താവിനോട് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ എല്ലാം വിറ്റ് കൊടുത്തു. നമുക്ക് താമസിക്കാനായിട്ടൊരു ചെറിയ വീടിനുള്ള പണം മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയും ഈ സ്ത്രീ ഈറ്റപ്പുലിയെ പോലെ ഒറ്റ അലറ്, നിങ്ങൾ ഒറ്റ അക്ഷരം മിണ്ടിപ്പോയ കരുതുന്നു. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ദൈവം പറഞ്ഞത്, ദൈവം എന്തോ നിങ്ങളോട് പറഞ്ഞത്? ദൈവം പറഞ്ഞത് നിനക്കുള്ളതൊക്കെ വിറ്റ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ. എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? ഞാൻ കൊടുത്തോ? നിങ്ങളെന്തിനാ നമുക്ക് താമസിക്കാൻ വേണ്ടി വീടിന് പൈസ മാറ്റി വെച്ചിരിക്കുന്നത്? അതുകൂടെ കൊണ്ട് കൊടുത്തിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന്. ഹല്ലേലൂയ. ആ സ്ത്രീയും സിറ്റി സ്റ്റഡും കൂടെ ചൈനയിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. പരിചയമില്ലാത്ത ഭാഷ, പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ജീവിത സാഹചര്യം. ഈ സ്ത്രീ ഇൻവാലിഡായിപ്പോയി, എഴുന്നേൽക്കാൻ വയ്യാതെ തളർന്നു പോയി. അങ്ങനെ തളർന്ന ആ സ്ത്രീയെ കൊണ്ട് ചൈനയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് സിറ്റി സ്റ്റഡ് മടങ്ങി വന്നു വർഷങ്ങൾക്ക് ശേഷം. ചില വർഷങ്ങളെ ചൈനയിൽ താമസിച്ചുള്ളൂ. പക്ഷേ അതിനകം തന്നെ ഇദ്ദേഹവും പ്രായമായിപ്പോയി. പ്രായം കൊണ്ടല്ല, മീൻസ് അവിടുത്തെ കഠിനാധ്വാനം കൊണ്ട് ഒരു വയസ്സനെ പോലെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കെ ദൈവം ആഫ്രിക്കയിലെ സുവിശേഷ ആവശ്യങ്ങളെക്കുറിച്ച് സിറ്റി സ്റ്റഡിന് വലിയ ഭാരം കൊടുത്തു. ഭാരം കൊടുത്തപ്പോൾ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ആഫ്രിക്കയ്ക്ക് വേണ്ടി ആര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമെന്നൊക്കെ ചോദിച്ചു. കാര്യം കേംബ്രിഡ്ജിൽ DL മൂടി വന്ന് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ചൈനയ്ക്ക് പോകാൻ ഇദ്ദേഹം തീരുമാനമെടുത്തത്. അദ്ദേഹം ചിന്തിച്ചു, ഇനി ഞാൻ പോയി പറഞ്ഞിട്ട് അനേകരെ ആഫ്രിക്കയിലേക്ക് എനിക്ക് പറഞ്ഞു വിടണം. പക്ഷേ അദ്ദേഹം പോയി ചോദിച്ചിട്ട് ഒറ്റ ഒരാൾ പോലും ആഫ്രിക്കയ്ക്ക് പോകാനായിട്ട് വോളണ്ടിയർ ചെയ്തില്ല. ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു,
യുവാക്കളെ, നിങ്ങളാരും പോകുന്നില്ലെങ്കിൽ ഈ വയസ്സനായ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകും. പക്ഷെ അപ്പോഴും പ്രശ്നം, തളർന്നു കിടക്കുക ഭാര്യ. എങ്ങനെ, എന്ത് ചെയ്യും? ആളുകൾ പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാം, ഭാര്യയെ നോക്കുന്നതായ ഏറ്റവും വലിയ കാര്യം. കുടുംബത്തെ നോക്കാതെ പോകുന്നവൻ സ്വന്തം കുടുംബത്തിന് നമ്മൾ വാക്യമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ആ വാക്യമൊന്നും ആ അർത്ഥത്തിലൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, വേറെ അർത്ഥമാണ് അവിടെ. അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ചിലർ പറഞ്ഞു അതല്ല, ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിൽ നീ പോകണമെന്ന് പറഞ്ഞു. ആകെപ്പാടെ വിഷമമായി. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ വായിച്ചത്, അദ്ദേഹം പറഞ്ഞത് പഴയ മില്ലറിൻ്റെ കഴുത, നമ്മുടെ നാട്ടിലൊരു കഥയുണ്ടല്ലോ, അത് ഒരു ഇംഗ്ലീഷ് ഇതുണ്ട്, മില്ലേഴ്സ് ഡോങ്കി എന്ന് പറഞ്ഞ്. ഒരു ചെറുക്കനും അപ്പനും കൂടെ ഒരു കഴുതയെ നടത്തിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ആൾക്കാർ ചോദിച്ചു, വരുന്നു മണ്ടന്മാരായി ഏറ്റവും കുറഞ്ഞത് ആ ചെറുക്കനെങ്കിലും ആ കഴുതയുടെ പുറത്തിരുന്ന് പോകരുത്, എന്തിനാ ഈ കഴുത വെറുതെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഉടനെ ഇവരെന്ത് ചെയ്തു, ചെറുക്കനെ കഴുതപ്പുറത്തിരുത്തിയിട്ട് അപ്പൻ നടന്നുകൊണ്ട് പോയി. ഉടനെ അടുത്ത ആൾ ചോദിച്ചു, ഇവനെന്തോ ചെറുക്കൻ, അതുകൊണ്ട് അപ്പൻ നടന്നു പോകുന്നു, കണ്ടില്ലേ അവൻ കയറി ഇരിക്കുന്നത് കഴുതയുടെ പുറത്ത്. ഉടനെ എന്ത് ചെയ്തു, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ ഇറങ്ങിയിട്ട് അപ്പനെ കഴുതപ്പുറത്തിരുത്തി. ഉടനെ അങ്ങനെ കുറച്ചു നേരം പോയപ്പോഴത്തേക്ക് ഈ തന്ത കൊള്ളാവല്ലോ, കൊച്ചി ഇറുക്കൻ നടന്നുകൊണ്ട് പോകുന്നു, കണ്ടില്ലയോ കയറി ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ച് എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും കൂടെ കയറി ഇരിക്കാമെന്ന് വെച്ചുകൊണ്ട് പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന കൂട്ടത്തിൽ ആൾക്കാർ ചോദിച്ചേട്ടാ, ഇച്ചിരി ഇല്ലാത്തൊരു കഴുതയുടെ പുറത്ത് കണ്ടില്ലയോ ഈ ചെറുക്കനും അപ്പനും കൂടെ കയറിയിരിക്കുന്നത്. ഒടുവിൽ ഇവർ ചിന്തിച്ച് ഇപ്പോൾ എന്ത് മാർഗം, ഒന്നും ചെയ്യാൻ മാർഗ്ഗമില്ല. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഇവർ രണ്ടുപേരും കൂടി ഈ കഴുതയെ അങ്ങ് ചുമന്നു എന്ന് പറഞ്ഞതുപോലെ സിറ്റി സ്റ്റഡ് പറയുകയാണ്, ഞാൻ ഈ നാട്ടുകാരുടെ മുഴുവൻ വാക്ക് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഈ കഴുത ചുമക്കുന്ന പോലെ ആകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ കുടുംബമായി പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. ഭാര്യ ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കുക, ആഫ്രിക്കയിലേക്ക് ഈ മനുഷ്യൻ പോവുക. അവിടെ ചെന്ന് അദ്ദേഹം ഒരു കുടിൽ കെട്ടി താമസിച്ചു. ഞാൻ ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എനിക്കതുകൊണ്ട് അറിയാം. അവിടുത്തെ കുടിലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിൽ കെട്ടി താമസിച്ചു. ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ട് അദ്ദേഹം അതിന് പേരിട്ടത് ബക്കിംഗ്ഹാം പാലസ് എന്നാണ്. കുടിൽ കെട്ടിയിട്ട് ആ കുടിലിനിട്ട പേര്. അതിൻ്റെ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ജനിച്ച വീടിൻ്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അയാൾ ജനിച്ച വീട് 100-ലേറെ മുറികളുള്ള ഒരു കൊട്ടാരമാണ്. ഇപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ കുടില്ല. വേറെ ചില സുവിശേഷകരുടെ ബയോഗ്രഫീസിനകത്ത് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സുവിശേഷകൻ ജനിച്ച വീട് ഒരു ചെറ്റക്കുടിൽ, ഇപ്പോൾ താമസിക്കുന്ന വീട്, സുവിശേഷ നിമിത്തം ലഭിച്ച വീട് 100 മുറിയുള്ള കൊട്ടാരം. പക്ഷേ സിറ്റി സ്റ്റഡിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. 18 years 18 വർഷം ഈ മനുഷ്യൻ ആഫ്രിക്കയിൽ താമസിച്ചു. ഭാര്യ മരിച്ചിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. കാര്യം അന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ലല്ലോ, വരാൻ പറ്റിയില്ല. 18 വർഷം ഈ വൃദ്ധനായ മനുഷ്യൻ ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്തു. ജീവിതത്തെ നഷ്ടങ്ങൾ കൊണ്ട് നിറച്ചിട്ട്, അസുഖങ്ങൾ കൊണ്ട് നിറച്ചിട്ട്, മതിൽപ്പണി നിർത്താതെ യുദ്ധസന്നദ്ധനായി കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ കുടുംബം. ഒളിപ്പോര്, ശത്രു നടത്തുന്ന ഒളിപ്പോരിൽ തകർന്നു പോകാതെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറായ ആളുകൾ. നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, പിൽഗ്രിം പ്രോഗ്രസ് വായിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് വീഴുന്ന ഒരു കുഴിയുണ്ട്. അതിൻ്റെ പേര് നിരാശക്കുഴി എന്നാണ്. പിൽഗ്രിം പ്രോഗ്രസ്സിൽ ജോൺ ബെനിയൻ എഴുതി വച്ചിരിക്കുന്ന കാര്യം, വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീണു പോകുന്ന കുഴിയുടെ പേരെന്താണ്? നിരാശക്കുഴി. അതുപോലെ വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം. എമിസബിൾ മക്ഫേഴ്സൻ്റെ സ്റ്റോറി ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ നിഷേധിച്ചു. ക്യാരക്ടർ അസാസിനേഷൻ, മോശക്കാരനാണെന്ന് ചിത്രീകരിക്കുക. റിച്ചർഡ് വുംബ്രാൻഡ് ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് വളരെ അടുത്ത് സഹകരിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ നിങ്ങൾ റിച്ചർഡ് വുംബ്രാൻഡിൻ്റെ കുടുംബജീവിതം തകർന്നെന്നും മറ്റുമൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. കാര്യം എനിക്കെതിരെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തി, ഒരു ശത്രുവിൻ്റെ ഒരു പദ്ധതിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ സ്വഭാവഹത്യ നടത്തി ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ലൂസിങ് ഓൾ കൈൻഡ് ഓഫ് റെസ്പെക്ട് ടുവേർഡ്സ് ഹിം അല്ലേ? ക്യാരക്ടർ അസാസിനേഷൻ. അതുപോലെ മക്കൾ വരുത്തുന്നതായ മുറിവുകൾ ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ വരുത്തുന്നതായ മുറിവുകൾ. ഞാൻ എപ്പോഴും ആലോചിക്കും, ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം. ബില്ലി ഗ്രഹാം ലോകം മുഴുവൻ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ, ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്ന ഫ്രാങ്ക്ലിൻ, ഹി വാസ് എ ഡ്രോപ്പ് ഔട്ട്. അവൻ കോളേജ് വിട്ട്, വീട് വിട്ട്, വീട്ടിൽ കയറാതെ റിബല്യസ് ആയിട്ട് ജീവിച്ചു കൊണ്ടിരുന്നതായ വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം.
റോൺ കെനോലി ഏറ്റവും വലിയ വർഷിപ്പ് ലീഡറായ റോൺ കെനോലിയുടെ മോൻ 14 വയസ്സ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അറ്റ് ദി ഏജ് ഓഫ് 14 he found a big truth that he knows everything and his father doesn't know anything. 14 വയസ്സുള്ളപ്പോൾ അവൻ വലിയൊരു കാര്യം കണ്ടുപിടിച്ചു, അവനെല്ലാം അറിയാമെന്നും അവൻ്റെ അപ്പനൊന്നും അറിയത്തില്ലെന്നും. He was a drop out. അതുപോലെ തന്നെ പ്രശസ്തരായ ആളുകൾ ലൈക്ക് ജോർജ് വേർവർ, എവ്രി പീപ്പിൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എന്താണെന്നറിയാമോ? പുറത്തു നിന്നുള്ള ഒളിപ്പോരുകളാണ്, പിശാചിൻ്റെ ഒളിപ്പോരുകളാണ്. ആപത്ത്, വാള്, എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എവ്രിതിങ് ഒളിപ്പോര്, പിശാചിൻ്റെ ഒളിപ്പോര്. എന്നാൽ ശത്രുവിൻ്റെ ഒളിപ്പോരുകളിൽ തകരാതെ എന്തു ചെയ്യുന്നു? അവർ വീണ്ടും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ മതിൽ പണിയുന്നതാണ് നമ്മൾ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അടുത്ത ശത്രുവിൻ്റെ തന്ത്രമാണ്. ഒളിപ്പോര് നടക്കാതിരിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ, ഇപ്പോൾ അടുത്ത ആൾ വരുന്നത് ശത്രു എന്ന് പറഞ്ഞ് സൻബലത്തും തോബിയാവുമല്ല, അവരുടെ അടുത്ത് പാർത്തിരുന്നതായ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. ഇവർ മതിൽ പണിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാരായ മറ്റാളുകൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ തന്നെ അത് പണിയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വാ, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പെതിയെ കാര്യങ്ങൾ ചെയ്യാം. 10 പ്രാവശ്യം അപേക്ഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏറ്റവും കുറഞ്ഞത് എന്താണ്? ഇപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കണം, അവിടെ അവന്മാരെല്ലാം എന്താണ്, നിങ്ങളെ കൊല്ലാനായിട്ടുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, യുദ്ധം, ഒളിപ്പോര്, ഇതെല്ലാം നടത്തും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അടുത്ത് പോരെ, ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം, അല്ലേ? അപ്പോൾ ഫീൽഡിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു വലിയ പ്രലോഭനം ആരാ കൊടുക്കുന്നത്? സ്വന്തം സഹോദരന്മാരായ യഹൂദന്മാർ. എന്നാൽ ഈ 10 പ്രാവശ്യം അപേക്ഷിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല? പോകാനായിട്ട് തയ്യാറായില്ല. മതിൽ പണി തടയാനുള്ള ഒരു ശത്രുവിൻ്റെ തന്ത്രമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നതായ ഒരു വലിയ അനുഭവം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്തയാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത്, ഞാൻ ഇത്രയും വർഷമൊക്കെ അധ്വാനിച്ചു, ഞങ്ങളിപ്പോൾ 4 വർഷമായിട്ട് അല്ലെങ്കിൽ 8 വർഷമായിട്ട് വളക്കേണ്ടിയില്ല, ഇനിയിപ്പം കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു, റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലേ? റെസ്റ്റ് എടുക്കാൻ നമുക്കൊരു ഹോൾ ഇറ്റേണിറ്റി ഉണ്ടല്ലോ, എന്തിനാ ഇത്ര എങ്ങനെ ഇപ്പോഴേ റെസ്റ്റ് എടുക്കുന്നു? റൈറ്റ്? അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. വി ഹാവ് എ ഹോൾ ഇറ്റേണിറ്റി ടു ടേക്ക് റെസ്റ്റ്, ഇതുണ്ട്. ഇവരെ പേടിച്ച്, അതായത് ഇതുപോലെയുള്ള പല കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും പറയുന്നത്, സ്നേഹം കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. ഞാൻ ഹെപ്പറ്റൈറ്റിസ് വൈറൽ അറ്റാക്കായിട്ട്, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഞാൻ ഒരു ചെറിയ ബുക്കിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. 10 വർഷം മുമ്പാണ്, 10-11 വർഷം മുമ്പാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡിൽ നിന്ന് ഞാൻ അവിടുത്തെ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് എനിക്കുണ്ടായ I was affected, contracted to this hepatitis E, ഇവിടെ കോമൺ അല്ലാത്തൊരു വൈറസാണ്. അപ്പോൾ ഞാൻ I was meeting death face to face. ഡോക്ടേഴ്സ് എല്ലാവരും ഞാൻ മരിച്ചു പോകുന്നുള്ളൊരു ചിന്തയോടെ അങ്ങനെ അവർ പറഞ്ഞതും. ജെസ്സിയോട് അവളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ എന്നെ നോക്കി ഡോക്ടർ പറഞ്ഞത്, ജെസ്സി പ്രിപ്പയർ ഫോർ എനിത്തിങ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ എന്തുവാ ചെയ്യാനുള്ളതെന്ന് നോക്കിക്കോ, വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പക്ഷേ വിടുവിച്ച് കഴിഞ്ഞാലും എൻ്റെ ലിവർ ഒത്തിരി ഡാമേജ്ഡായി. അതുകൊണ്ട് എനിക്ക് മടങ്ങി വന്നു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് 1 വർഷത്തേക്കെങ്കിലും റെസ്റ്റ് എടുക്കാതെ എങ്ങും പോകരുത്, നടക്കരുത്. ഞാൻ ഇറങ്ങി നടന്നാൽ വീഴുമായിരുന്നു, അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും വളരെ അടുത്ത ആളുകളും ഡോക്ടർ മുരളിയും മാത്യു പി തോമസ് സാറും എല്ലാം എപ്പോഴും വീട്ടിൽ വരികയും ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചൻ പറഞ്ഞു, മാത്യു പി സാർ പറഞ്ഞിട്ടുണ്ട്, ഇവനെ വിടല് കേട്ടോ, ഇവൻ ചാടിപ്പോവും, ഇവന് 1 വർഷമെങ്കിലും റെസ്റ്റ് എടുക്കണം, അതുകൊണ്ട് അമ്മച്ചി വിടരുതെന്നൊക്കെ പറയും. പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ മേ ബി ആഫ്റ്റർ 3 months or 4 months God asked me to go back to my mission field. കർത്താവ് എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ ജെസ്സിയോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അവൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞെങ്കിൽ പോക്കോ, കുഴപ്പമൊന്നുമില്ല. വളരെ എന്താണ്, ഇവർ സ്നേഹത്തോടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കാര്യമൊന്നുമില്ല. എൻ്റെ മേലുള്ള നിയോഗത്തെ തിരിച്ചറിയേണ്ടത് ആരാ? ഞാനാ തിരിച്ചറിയേണ്ടത്. മറ്റുള്ളവർ അവരോട് ദേഷ്യം കൊണ്ടൊന്നുമല്ല, സ്നേഹത്തിൻ്റെ കൂടുതലുണ്ടായിരിക്കും. ഇപ്പോൾ ഈ യഹൂദന്മാർ വന്നത് എങ്ങനെയായിരിക്കും? ഈ മനുഷ്യന് നെഹമ്യാ അവിടെ നിന്ന് ഇത്രയും പദവികളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞിട്ട് വന്ന വ്യക്തിയല്ലേ, അവനെ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടായിരിക്കും. എന്നാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ കാര്യം, ഞാൻ ഇപ്രാവശ്യമാണെങ്കിൽ ഒറീസയുടെ ഇൻറ്റീരിയർ പ്രദേശങ്ങളിൽ പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഒരവസരം തരണം, ഞാൻ അവിടെ താമസിച്ചതാണ്, അവിടുത്തെ വിശ്വാസികൾ
അവരെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അവരെന്നെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള വിശ്വാസികളോടുണ്ട്. അവരുടെ ഈ പ്രതിസന്ധിയുടെ സമയത്ത് അവരുടെ അടുത്ത് എനിക്ക് ചെല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കർത്താവ് പറഞ്ഞു, എനിക്ക് ഒരു ചാൻസ് തന്നെ, ഞാൻ അവരെ ഒന്ന് പോയി കണ്ടോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കാൻ പോകുക, കർത്താവേ നീ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, അവൻ പേടിച്ചു പോയി പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഞാൻ ഒറീസയിൽ ചെന്ന് ഞങ്ങളുടെ മിഷൻ ലീഡറിനെ കണ്ടു. അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഒറിയാക്കാരനാ, ഭയ്യ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ, അവിടെ പോകാനായിട്ട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. അപ്പോൾ അവനിങ്ങനെ ഒന്ന് ഞെട്ടി, ഓക്കെ 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 ഓക്കെ, ഇപ്പം പോകാൻ സംസാരിച്ചിട്ടുണ്ടോ? പോകണമെന്നുള്ളത് ഓക്കെ, പക്ഷെ ഇപ്പം പോകാൻ? ഞാൻ പറഞ്ഞു യെസ്. എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ പൊക്കോ, ധൈര്യത്തോടു കൂടെ. പേടി ഒട്ടും ഇല്ലാതൊന്നുമല്ല. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഞാനവിടെ പോകുന്നത്, ജീവനെ പണയം വെച്ച് പോയതാ. പക്ഷേ ദൈവം എന്നെ അവിടേക്ക് പറഞ്ഞു വിടുന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഗോഡ് ആസ്ക്ഡ് മീ ടു ഗോ ദേർ. ഐ ഗോട്ട് ഗോഡ്സ് കമ്മീഷനിങ്. ദൈവത്തിൻ്റെ കമ്മീഷനിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, നമുക്ക് അത് നിർവഹിച്ചേ പറ്റൂ. ആമോസിൻ്റെ പ്രവചനത്തിൽ ആമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? അല്ലേ? കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് വന്നവനാണ് ആര്? നെഹെമ്യാ. അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു, നോ, എനിക്ക് റെസ്റ്റ് എടുക്കുകയല്ല ആവശ്യം. അതിൻ്റെ 12-ാമത്തെ വാക്യം, അവരുടെ സമീപത്തെ യഹൂദന്മാർ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ അടുക്കൽ വരുവിനെന്ന് 10 പ്രാവശ്യം ഞങ്ങൾ അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിൽ തുറന്നു കിടന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ എന്ന് പറഞ്ഞു. നെഹെമ്യാ പറഞ്ഞു, നോ, നമ്മൾ ഓടിപ്പോകാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ വീണ്ടും പൊരുതുവാൻ തന്നെ പോകുകയാണ്. അവർ കൂടുതൽ ശക്തിയോടെ ജാഗരിക്കാൻ, പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം, ഇടിഞ്ഞു കിടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് പറയുകയാണ്, നമ്മുടെ സഹോദരന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്പം ഒന്ന് വിശ്രമിക്കാൻ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല? വിശ്രമിക്കാൻ പോകുന്നില്ല. നമ്മളൊരു മതിൽ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇത് നിർത്താനായിട്ട് പാടില്ല. 14-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കി എഴുന്നേറ്റ് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, സൂക്ഷിക്കണം, പക്ഷേ എന്ത് വേണ്ട? പേടിക്കണ്ട. നിങ്ങൾ കാവൽ നിൽക്കണം, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? പേടിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കുന്നതും പേടിക്കുന്നതും രണ്ടാണ്, അല്ലേ? നമ്മൾ ശത്രുവിനെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരായിരിക്കണം, പക്ഷേ ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? പേടിക്കേണ്ട കാര്യമില്ല. പിശാചിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം, പക്ഷേ പിശാചിനെ പേടിക്കേണ്ട കാര്യം ഇല്ല. പിശാചിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം പിശാച് ഒരു ഡിഫീറ്റഡ് എനിമിയാണ്. അവൻ നഷ്ടപ്പെട്ട, അവൻ തകർന്നു പോയ ഒരു ശത്രുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആളുകൾക്ക് ദൈവത്തെക്കാളും കൂടുതൽ പലപ്പോഴും പിശാചിനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പ്രവാചകന്മാരെല്ലാം വന്നങ്ങ് പേടിപ്പിക്കുകയും ചെയ്യും, അല്ലേ? വേദവസം പറയുന്ന അവനെ ഒരു കാരണവശാലും പേടിക്കേണ്ടെന്നാണ്. പിശാചിനെ പേടിക്കാൻ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ വേദവസിൽ? ഇല്ല. ദൈവത്തെ ഭയപ്പെടാനുണ്ട്, പക്ഷേ പിശാചിനെ പേടിക്കാൻ എഴുതിയിട്ടില്ല. പിശാച് ഒത്തിരി ആക്ട് ചെയ്യുന്ന ആളാണ്, അല്ലേ? അവിടെ വേദവസത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് നടക്കുകയാണ്, അല്ലേ? അലറുന്ന സിംഹം എന്ന പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവൻ റിയൽ സിംഹം അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലേ? സിംഹമാണെന്നും പറഞ്ഞ് അവൻ നടക്കുക, പക്ഷേ റിയൽ സിംഹം ആരാണ്? യഹൂദായുടെ സിംഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അവൻ ആക്ട് ചെയ്യുക, സിംഹമാണെന്നതുപോലെ അവൻ എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത വാക്യം, ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവൻ സിംഹമല്ലെന്നാ. സിംഹം ആരെയും വിഴുങ്ങും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിംഹമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? കടിച്ചു കീറും. അതിൻ്റെ അർത്ഥം അവൻ സിംഹമല്ല. പിന്നെ നിങ്ങളുടെ തല അവൻ്റെ വായിക്ക് അകത്തോട്ട് വെച്ച് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവൻ ഗ്ലപ്പ് എന്ന് പറഞ്ഞങ്ങ് വിഴുങ്ങിന്നിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഏതെങ്കിലും സിംഹം ആരെങ്കിലും എതിർത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ടോ? ഇല്ല. കാര്യം അതിൻ്റെ അർത്ഥം അവൻ സിംഹമല്ല, അവൻ ആക്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പിശാചിനെ സൂക്ഷിക്കണം, പക്ഷേ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അവൻ യുദ്ധമല്ല ചെയ്യുന്നത്, എന്താണ്? തന്ത്രങ്ങളാണ്, വൈൽസ്. ആദ്യം തൊട്ട് പാമ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സകല ജീവജാലങ്ങളിലും വെച്ച് കൗശലമേറിയതായിരുന്നു, അല്ലേ? കൗശലം.
പിശാചിൻ്റെ കൗശലത്തെയാണ് പേടിക്കണം, അല്ലാതെ പിശാചിൻ്റെ ശക്തിയെ അല്ല. പിശാചി ശക്തനായ ഒരു എതിരാളിയല്ല, പക്ഷേ കൗശലക്കാരനായ ഒരു എതിരാളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ കൗശലങ്ങളോടാണ് എതിർത്ത് നിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ എൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് വളരെ ഓർക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പേടിക്കണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത്. എന്തുകൊണ്ട് പേടിക്കണ്ട? നമ്മളോട് കൂടെയുള്ള കർത്താവ് വലിയവനും, റിമെമ്പർ ദ ലോർഡ് ഹൂ ഈസ് ഗ്രേറ്റ് ആൻഡ് ടെറിബിൾ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവൻ മഹാനാണ്, ശത്രുക്കൾക്ക് അവൻ ഭയങ്കരനാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന മഹാനാണ് ദൈവം, ശത്രുക്കളെ വിറപ്പിക്കുന്ന ഭീകരനാണ് ദൈവം. ഹി ഈസ് മൈറ്റി ആൻഡ് ഗ്രേറ്റ് ഫോർ അസ് ആൻഡ് ഹി ഈസ് എ ടെറിബിൾ ഗോഡ് ഫോർ അവർ എനിമീസ്. ആ കർത്താവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല? പേടിക്കത്തില്ല. എൻ്റെ കൂടെ കർത്താവുണ്ടെന്നുള്ള ഒരു ബോധ്യമുള്ളവൻ. ചിലർ പറയുന്നത് കർത്താവ് ഇത്രയും വലിയ ആളാണെന്നുള്ള പലർക്കും ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് സാക്ഷി പറയുന്നതിനെ നമ്മൾ പലപ്പോഴും എന്നറിയാമോ, ഇവിടെയുള്ളവരെ പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ശത്രുക്കൾ ആ ചുറ്റും, അവർക്ക് പോലീസിൽ പിടിപാടുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് മക്കളെല്ലാം ഭയങ്കര ആൾക്കാരാ, അവരുടെ ബന്ധുക്കളെല്ലാം വലിയ ആളുകളാണ്. എനിക്കാണെങ്കിൽ കർത്താവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്കാണെങ്കിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. അവർക്കാണെങ്കിൽ പോലീസുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട്, നമുക്കാരേ ഉള്ളൂ? ഒരു പാപം, കർത്താവ് മാത്രമേ ഉള്ളൂ. എന്തോ അതിൻ്റെ അർത്ഥം? നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് രാവിലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മളൊന്ന് അറിഞ്ഞെങ്കിൽ, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്, മതിൽ പണിയാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്, വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 4-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ. ഓർക്കേണ്ടത് കർത്താവിനെയാണ്, എന്നാൽ പൊരുതുന്നത് കർത്താവിന് വേണ്ടിയല്ല, പൊരുതുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മളൊരു മതിൽ പണിയണം? എന്തുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പോരാടണം? എന്തിനാ നമ്മളിവിടെ ബൈബിൾ ക്ലാസ് നടത്തിയിരിക്കുന്നത്? എന്താ ഇവിടെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി? നഹമ്യാ പറയാ, ഇഫ് യു ആർ നോട്ട് ഒബേയിങ്, ഇഫ് യു ആർ നോട്ട് മേക്കിംഗ് എ വാൾ, നീ ഒരു മതിൽ പണിയുന്നില്ലെങ്കിൽ, യെരൂശലേമിനെ ഒരു വിശുദ്ധ നഗരമാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നഷ്ടമാകുന്നത് നിന്റെ തലമുറയാണെന്ന് മറന്നു പോകരുത്. അടുത്ത തലമുറയിൽ പെന്തിക്കോസ് എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒരു മതിൽ പണിത് ഒരു വിശുദ്ധ നഗരത്തെ, ഒരു വിശുദ്ധ സഭയെ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇല്ലെങ്കിൽ അടുത്ത തലമുറയിൽ പെന്തിക്കോസ് ഉണ്ടാകത്തില്ല, നോ ഡൗട്ട്. ഇപ്പം തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെങ്കൊച്ച് പറഞ്ഞത്, പെന്തിക്കോസ്റ്റലിസം വാസ് ആൻ എക്സ്പീരിയൻസ് ഫോർ മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഇറ്റ് ബിക്കേം എ ട്രഡീഷൻ ഫോർ മൈ ഫാദർ ആൻഡ് നൗ ഇറ്റ് ഹാസ് ബിക്കേം എ ഹെഡ് ഏക്ക് ഫോർ മീ. പണ്ട് പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയപ്പന് അനുഭവത്തോടുകൂടെ, തീഷ്ണതയോടുകൂടെ ഇറങ്ങിയവനാ. അപ്പന് അനുഭവമൊന്നും ഉണ്ടായില്ല. പിന്നെ വലിയപ്പൻ പെന്തിക്കോസ് പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് അയാൾ എവിടെ പോയി? അതൊരു പാരമ്പര്യമായി. ഇറ്റ് ബിക്കേം എ ട്രഡീഷൻ ഫോർ മൈ ഫാദർ. ഇപ്പോൾ വന്ന് എനിക്കിതൊരു തലവേദനയാണ് അല്ലേ? തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ സഭ പറയുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നത് പറയുന്നത്. Because we want to see that our younger generation is living a life that is worthy for their calling. If you fail, I'm quite sure you cannot see a generation that is standing for the truth of God. ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ കാണാൻ കഴിയാത്ത നിലയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ സഭ വിശുദ്ധ സഭയായിരിക്കണമെന്ന്. ഹല്ലേലൂയ. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്ന കാര്യമുണ്ടല്ലോ, ദൈവം ഇസ്രായേലിയർക്ക്, നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു സത്യം, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഉടറിപ്പോയി. അങ്ങനെ പറഞ്ഞ് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. എന്നിട്ട് അവിടെ താഴോട്ട് പറയുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരിക്കുന്നു, ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു. ഇതിവൻ മനസ്സിൽ പറഞ്ഞ കാര്യമാണ്. എന്തിനാ വെറുതെ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നത്? ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നു, നമ്മളോടാണെങ്കിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്, എൻ്റെ ബ്രദറെ ഈ കാലത്ത് വിശുദ്ധനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുണ്ട് അങ്ങനെ ജീവിക്കുന്നത്? ഞാനിങ്ങനെ വളരെ വിശുദ്ധനായി ജീവിച്ചതാണ്, പക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഉള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നവനല്ല, എല്ലാം ഉണ്ട്. നമ്മൾ ദൈവത്തെ വിളിച്ച് മാനമര്യാദയ്ക്ക്
കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവികമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിക്കാനും അനുവദിക്കത്തില്ല. എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും, അവിടെ പറയുന്ന വാക്കതാണ് ഇല്ലേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വെറുതെ ആയിപ്പോയി. അങ്ങനൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ സഭയിൽ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, അവരാരെങ്കിലും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ അവരെ പോലെ ജീവിച്ചാലേ പറ്റുള്ളൂ. വിശുദ്ധന്മാർക്കൂടെ ഒരു സ്ഥാനവുമില്ല എന്ന് ആസാഫ് ഹൃദയത്തിൽ പറഞ്ഞു. ഹൃദയത്തിലാണ് പറഞ്ഞത്. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടു ഇരിക്കുന്നു. ഇതിവൻ പുറത്ത് പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നത് പുറത്ത് പറഞ്ഞതാ, ഇല്ല. അടുത്ത വാക്യം എന്നറിയാമോ? ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഈ കാര്യം ഞാൻ പുറത്ത് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ തലമുറ വിശ്വാസത്തിൽ കാണത്തില്ലായിരുന്നെന്ന്. നമ്മളൊക്കെ നമ്മുടെ പിള്ളേരോട് ഓരോന്ന് പറയുന്നത് സൂക്ഷിച്ചു വേണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, എന്തിനാ എല്ലാവരും അത് അങ്ങനെയാണ്, ഈ എല്ലാവരുടെയും കുറ്റവും കുറവും മറ്റുള്ള കാര്യങ്ങളും മാത്രം സഭയിൽ വീട്ടിൽ വന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് നമ്മുടെ ആളുകളോട് പറയുന്നത് എന്താ, എടാ അങ്ങനെ ഹൃദയപരമാർത്ഥതയോടെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ കാലത്ത്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ, ഈ കാലത്ത് പോകണമെങ്കിൽ, ഇല്ലേ? അങ്ങനൊരു കാലം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാലത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കാലഗതിക്ക് അനുസരിച്ച് നിങ്ങൾ രൂപാന്തരപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്. ലോകമെന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുരൂപപ്പെടരുത്. ഈ കാലത്ത് എന്ന് പറഞ്ഞ് പിള്ളേരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ ആ തലമുറ ഒരിക്കലും വിശ്വാസത്തിൽ കാണത്തില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ചിലപ്പം ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ പിള്ളേർ അവരൊക്കെ അത് കണ്ടല്ലയോ വളർന്നത്, അതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യത്തില്ലെന്നാ. ഇല്ലേ? പലപ്പോഴും പാസ്റ്റർമാർ പറയുന്ന വലിയൊരു ഇതാണ്, അതവരൊക്കെ കണ്ട് പാഴ്സനേജ് വളർന്നതല്ലേ, അതുകൊണ്ട് അവരെന്ത് ചെയ്യത്തില്ല, സുവിശേഷ വേല ചെയ്യത്തില്ലെന്ന് അവർ പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു കൊടുത്തതാ, അല്ലാതെ അവർ പറഞ്ഞതല്ല, നമ്മൾ പറഞ്ഞതാ. നമ്മളവിടെ നിന്ന് പറഞ്ഞു, എന്തോ ഈ ജീവിതം, പാഴ്സനേജിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരുടെയൊക്കെ പള്ളും ഇതൊക്കെ കേൾക്കണം, നമ്മളിങ്ങനെ വെറുതെ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകുന്നതൊന്നും ഒരർത്ഥവും ഇല്ലെന്ന് വീട്ടിലിരുന്ന് പറയുന്നത് കേട്ടിട്ടായി ചെറുക്കൻ ഇത് പറയുന്നത്, ഞാൻ സുവിശേഷ വേല ചെയ്യത്തില്ലെന്ന്. നമ്മൾ തന്നെ പറയുന്നത് എന്തുവാ, മോനെ പിള്ളേരോട് പറയുന്നത്, എടാ നിൻ്റെ അപ്പൻ പേർഷ്യയിലൊന്നും അല്ല, നിൻ്റെ അപ്പൻ ഇവിടെ സുവിശേഷ വേലയാണെന്ന് ഓർത്തോണം, ഇതൊന്നും ചോദിച്ചേക്കരുത്. അവൻ്റെ അർത്ഥം, അവൻ പറയുന്നത് എന്തുവാ, പേർഷ്യക്കാരന് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുകയില്ല. എന്നാൽ മിക്ക പേർഷ്യക്കാരേക്കാളും ബെറ്ററായിട്ടാണ് ഈ പറയുന്ന പാട്ടുകളെല്ലാം ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പല സമയത്തും പിള്ളേരോടൊക്കെയാണ് ഞാൻ പിള്ളേരോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ, നമുക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്, അതൊരു യാഥാർത്ഥ്യം, എൻ്റെ കാശുണ്ട്, എനിക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് ഞാൻ പറയും, പക്ഷേ പണം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ദൈവികമായിട്ട് സ്പെൻഡ് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ പിള്ളേർ അപ്പനെ കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല എൻ്റെ പൈസ ഉണ്ടെന്നുള്ളത്. നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ പിള്ളേർ വിശ്വസിക്കുമോ? വിശ്വസിക്കത്തൊന്നുമില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. വി ഹാവ് മണി, ഇല്ലേ? എനിക്ക് ആവശ്യമുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമ്മൾ ചെയ്യുന്നത്, തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും അയൽവക്കക്കാരനെ കാണിച്ചിട്ട് ഇത് തന്നെയാണ് പിള്ളേരോട് പറയുന്നത്. കണ്ടോ, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ ചെയ്യുന്നവനെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ആസാഫ് പറഞ്ഞ സെയിം കാര്യമാണ് അയൽവക്കക്കാരനെ കള്ളക്കടത്ത് നടത്തുന്നവനെയും കരിഞ്ചന്ത നടത്തുന്നവനെയും മോശപ്പെട്ട ജീവിതം ജീവിക്കുന്നവനെയും കാണിച്ചിട്ട് നമ്മൾ പറയാം, അവൻ കണ്ടില്ലയോ സൂഹിക്കുന്നത്, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അധോഗതിയിൽ ആയതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, നമ്മൾ തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ അവൻ എന്തൊക്കെ ഉണ്ടായിട്ട് എന്നാ കാര്യം, വീട്ടിൽ സമാധാനമുണ്ടോ? എടാ നമ്മുടെ വീട്ടിൽ സമാധാനമില്ലയോടാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അഹങ്കാരികളോട് അസൂയയുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിലെന്താ തിരിയുന്നത്? അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ പറഞ്ഞത് നിൽക്കട്ടെ, ഇനി മേലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, എടാ മോനെ എത്ര പണം ഉണ്ടാക്കിയാലും അവന് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടല്ലേ. ഹല്ലേലൂയ. നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ ഭവനത്തിലെ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന നിലയിൽ, അതാണല്ലോ, അത് യാഥാർത്ഥ്യമാണല്ലോ.
അത് യാഥാർത്ഥ്യം അല്ലാത്തവർക്ക് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ അത് യാഥാർത്ഥ്യമാണ്. എൻ്റെ ബന്ധുക്കളെക്കാളൊന്നും ധനികനൊന്നും അല്ല ഞാൻ. വളരെ ധനികരായ ആളുകളാണ് എൻ്റെ ബന്ധുക്കളെല്ലാം. എനിക്ക് പൈസ കൊണ്ട് ആവശ്യത്തിന്, അത് വേറെ കാര്യം, ഇല്ലയെന്നൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പല മടങ്ങ് പണമുള്ളവരാണ് എൻ്റെ ബന്ധുക്കൾ. പക്ഷേ അവരുടെ ഒരു മനുഷ്യൻ്റെ പോലും വീട്ടിലില്ലാത്ത സന്തോഷവും സമാധാനവും ഞങ്ങളുടെ വീട്ടിലുണ്ട്. കാര്യം ഞങ്ങൾക്ക് യേശുണ്ട്, ഞങ്ങൾക്കത് മതി. ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമില്ല, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇതിൽ കൂടുതൽ പണവും ആവശ്യമില്ല, ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. വി ഹാവ് എവ്രിതിങ് ദാറ്റ് വി നീഡ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താ വേണ്ടത്? ജീവിക്കാൻ ഇതൊക്കെ മതി. ജീവിക്കാൻ ഇതൊക്കെ മതി. ഇനി എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ ജങ്ക, അത് പിന്നെ എവിടെ കൊണ്ട് സൂക്ഷിക്കും എന്നുള്ളതാണ് പ്രശ്നം. വെറുതെ ജങ്ക് എന്തിനാ വലിച്ചു കൂട്ടി വെക്കുന്നത്? കുറച്ച് കാശുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ്? പണം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. പണം കുറവാണെങ്കിൽ പണം കൂടിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. പണം കുറവാണെങ്കിൽ എന്താണ്? ആവശ്യമുള്ള സാധനമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലിവിങ് എന്ന് പറയുന്നത് ഒരു മിനിമം ലെവലിൽ അങ്ങ് പോവുകയാണ്, അല്ലേ? അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നോക്കുക, അവിടെ പറയാണ്, ഞാനെൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഇവിടെ നോക്കുക, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പോരാടുവിൻ. പ്രിയമുള്ളവരെ, വിശുദ്ധിക്ക് വേണ്ടി പോരാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എൻ്റെ കുഞ്ഞുങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് എംടെക്കിന് IIT-യിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞ് IIT-യിൽ നിന്ന് എംടെക് പാസ്സായി ജർമ്മനിയിലോ ഇറ്റലിയിലോ പോയി യൂറോയിൽ പൈസയും വാങ്ങിച്ച് രാജാക്കന്മാരായി ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻകൊട്ടയെടുത്ത് നടന്നിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയൊന്നും ആകത്തൊന്നുമില്ല, ആരും പേടിക്കൊന്നും വേണ്ട. പക്ഷേ അതല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥനയിൽ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. ഞങ്ങളുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടും പാടി കാര്യങ്ങൾ തീർക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് ഒത്തിരി നേരം സംസാരിക്കും. ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ പല ജോലിക്കാരുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കേണ്ടി വന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ മതി, ദിസ് ഈസ് അനദർ ജോബ്. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ജോലിക്കാരെ നിർത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാര്യം നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾ എന്താണ്, ഒരു സാധാരണ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റേ, എൻ്റെ പിള്ളേരൊന്നും ഒന്നും ആകാനൊന്നും പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വെറുതെ പറയുന്നൊന്നുമല്ല. എൻ്റെ പിള്ളേർ എഞ്ചിനീയറും ഡോക്ടറൊന്നും ആകണ്ട. കാര്യം അതൊക്കെ ഒരു കുറഞ്ഞ ജോലിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എൻ്റെ പിള്ളേർ സുവിശേഷകരാകണമെന്നല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ ഞങ്ങൾക്ക് ആർക്കും ഒരാഗ്രഹമില്ല. കാര്യം ഞാൻ അസൂയയോടെ ഒരു ഡോക്ടറെ ഇന്ന് വരെ നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മളുടെ പല കാര്യങ്ങളും പലരും മക്കളെ പഠിപ്പിക്കുന്നത് അവരുടെ നഷ്ടബോധത്തിൽ നിന്നാണ്. എനിക്കോ ഡോക്ടറാകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ എൻ്റെ മോനെങ്കിലും ഡോക്ടറാകട്ടെ. എനിക്കോ എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ എൻ്റെ മോനെങ്കിലും എഞ്ചിനീയർ ആകട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അത്രയ്ക്ക് ബുദ്ധി കുറവൊന്നും അല്ലായിരുന്നു ഞാൻ പഠിക്കുമ്പോഴും. വേണമെങ്കിൽ ഇതൊക്കെ ആകാമായിരുന്നെന്നാണ് ഇപ്പോഴും എൻ്റെ അഹങ്കാരം. പക്ഷേ അത് വേണ്ട എന്ന് വെച്ച് ഞാൻ ചൂസ് ചെയ്ത വഴിയായത്, അല്ലാതെ ഗതികേട് കൊണ്ട് ഇതിനകത്ത് പെട്ടുപോയതൊന്നുമല്ല. ഞാൻ ചൂസ് ചെയ്തതാണ്. അത് ചൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ മാഹാത്മ്യം കണ്ടതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്, അല്ലേ? ലോകത്തിലെ ഏത് ജോലിയേക്കാളും വലുതായിട്ട് ഞാനിത് ചൂസ് ചെയ്തതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ബെസ്റ്റായിട്ട് കാണുന്ന ജോലിയാണ് ചെയ്യേണ്ടത്. സാധാരണ ആൾക്കാർ എല്ലാവരും അതാ ചെയ്യുന്നതല്ലേ, ഇല്ലേ? പലരും ഡോക്ടറുടെ ജോലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നു. ശരി, അവർ മക്കളെ ഡോക്ടറാകാൻ വിടുന്നു. ചിലർ ചിന്തിക്കുന്നു അതല്ല, എഞ്ചിനീയറുടെ ജോലിയാണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നു. ശരി, അവരങ്ങോട്ട് വിടുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ബെസ്റ്റായിട്ടുള്ള ജോലി ഒരു മിഷണറിയുടെ ജോലിയാണ്. ഞാൻ അസൂയയോടെ നോക്കുന്ന ഒരു ഗ്രൂപ്പേ ലോകത്തിലുള്ളൂ, അത് മിഷണറീസാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ മിഷണറിമാരാക്കി വിടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ, നാച്ചുറലി, ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മിഷണറിമാരെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്ലീഡ് ചെയ്യേണ്ടി വരുന്നത്. എന്താ, നിങ്ങളുടെ പിള്ളേരെ മിഷണറിമാരായിട്ട് വിടണേ വേണം എന്നൊക്കെ. അങ്ങനെ പ്ലീഡ് ചെയ്ത് പോകുകയൊന്നും വേണ്ട, പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ കുഞ്ഞുങ്ങളോട് ദ്രോഹം ചെയ്യാതിരിക്കണമെങ്കിൽ എന്താണ്, വിശുദ്ധമായി അവരെ വളർത്തണം. പോരാടേണ്ടത് ആർക്ക് വേണ്ടിയാണ്? അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. പെന്തിക്കോസിന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ ആർക്ക് വേണ്ടിയാണ്? എൻ്റെ അടുത്ത തലമുറ, എൻ്റെ കുഞ്ഞുങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ 3 പിള്ളേർ മാത്രമൊന്നുമല്ല എൻ്റെ മനസ്സിലുള്ളത്. അത് വളരെ സ്വാർത്ഥമായ ഒരു ചിന്തയാണ്. വേദോസപ്രകാരമുള്ള കുടുംബം എന്ന് പറയുന്നത് ആരാകുന്നു എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് കർത്താവിനോട് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ തിരക്കി നിൽക്കുന്നു പറഞ്ഞു. കർത്താവ് ചോദിച്ചാൽ, ആരാ എൻ്റെ അമ്മയും സഹോദരന്മാരും? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അതാണ്
ക്രിസ്തീയ ജീവിതത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ സങ്കല്പം അതാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്താഗതിയാണ് ക്രിസ്തീയമായ ചിന്താഗതി. ഇതൊക്കെ ഇച്ചിരി കൂടിപ്പോകുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം അതാണ് വേദപുസ്തകത്തിൻ്റെ ചിന്ത. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ഫാമിലിഹുഡാണ്. ഒരു യൂണിവേഴ്സൽ ഫാമിലിഹുഡ്. അവിടെ രക്തം, മനുഷ്യരക്തം കൊണ്ടല്ല കുടുംബം നിർണ്ണയിക്കുന്നത്, കാൽവറി രക്തം കൊണ്ടാണ് കുടുംബം നിശ്ചയിക്കപ്പെടുന്നത്. അതാണ് വേദപുസ്തകത്തിൻ്റെ നിയമം. ഹല്ലേലൂയ. പോകട്ടെ. ഇനി 4-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ശത്രുവിൻ്റെ ആലോചനയെ ദൈവം നിഷ്ഫലമാക്കുന്നു എന്നുള്ളതാണ്. ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലിങ്കൽ താന്താൻ്റെ വേലയ്ക്ക് മടങ്ങിച്ചെല്ലുവാനിടയായി. പേടിച്ച് ഓടിപ്പോയവർ പോലും ദൈവം ശത്രുവിൻ്റെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ മടങ്ങി വന്ന് വേലയ്ക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതവർ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ദൈവം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നിൻ്റെ വഴി എന്നെ കാണിച്ചു തരണേ. ഇസ്രായേൽ മക്കൾക്ക് അവൻ പ്രവൃത്തികളെ കാണിച്ചു കൊടുത്തു, മോശയ്ക്ക് അവൻ്റെ വഴികളെ കാണിച്ചു കൊടുത്തു. എന്താ അതിൻ്റെ വ്യത്യാസം? പ്രവൃത്തി എന്ന് പറഞ്ഞത് കണ്ടു കഴിഞ്ഞാലേ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാലേ നമ്മൾ കാണത്തുള്ളൂ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസാണ്. പക്ഷെ വഴി എന്ന് പറയുന്നത് വരാനുള്ള കാര്യങ്ങളാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളെ പോലെ പ്രവൃത്തി കണ്ട് ദൈവത്തെ അറിയുകയല്ല, വഴി കണ്ട് ദൈവത്തെ പിന്തുടരുകയാണ് ആവശ്യം. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്ന് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? മടങ്ങി വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നത് എന്താണ്? ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കുമെന്ന് മുന്നിൽ കാണുകയായിരുന്നു. അപ്പോഴാണ് വഴി കണ്ട് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ്റെ സിമ്പലാണ്. അന്ന് മുതൽക്ക് എൻ്റെ ഭൃത്യന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്നു, പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് നിന്നു, എന്നാൽ കാഹളമൂതുന്നവർ എൻ്റെ അടുക്കൽ തന്നെ ആയിരുന്നു. ഒരു റിയൽ ക്രിസ്ത്യൻ്റെ സിമ്പൽ അതാണ്. അവർ ഫൈറ്റ് ചെയ്യാനായിട്ടും പണിയെടുക്കാനുമായിട്ടും ഇല്ലേ. മതിൽ പണിയുന്നവൻ എന്ത് ചെയ്തു? പണിയുന്നവൻ എപ്പോഴും വാൾ ധരിച്ചു കൊണ്ട് നിന്നു. ഇതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസി നമ്മൾ ജീവിക്കേണ്ട എങ്ങനെയാണെന്നറിയാമോ? വി നീഡ് ടു ബിൽഡ് അറ്റ് ദ സെയിം ടൈം എന്ത് വേണം? പിശാചിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ദൈവരാജ്യം പണിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വാളും വേണം, പണിയാൻ ഉള്ള ഒരു തൂമ്പായും വേണം. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പണിയുകയും പോരാടുകയും ചെയ്യുന്ന സ്റ്റേജ്. എന്നാൽ ഇതിനിടയ്ക്ക് അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് 19-20 വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയത് വിശാലവും ആകുന്നു, നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. നോക്കുക, ഇതുവരെ പുറത്തുള്ള ശത്രുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ എന്താണ്? അകത്തുള്ള പ്രശ്നങ്ങളാണ്. പുറത്തെ ശത്രുവിനെ ദൈവം കൈകാര്യം ചെയ്തോളും. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവീൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറത്തുള്ള ശത്രുവിനെ ആര് കൈകാര്യം ചെയ്തോളും? ദൈവം കൈകാര്യം ചെയ്തോളും. പക്ഷേ അകത്തൊരു ശത്രുവുണ്ട്. അകത്തുള്ള ശത്രുവിനെ നമ്മൾ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. അതെന്താണെന്നറിയാമോ? ഭിന്നത എന്ന് പറയുന്നതാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള അറ്റാക്കല്ല. പല സമയത്തും എന്താണ്? വളർന്നു വരുമ്പോൾ, നമ്മുടെ സഭകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആത്മീയമായി വളർന്നു വരുമ്പോൾ പെട്ടെന്ന് എന്തുണ്ടാകുന്നു? ഒരു ഭിന്നത ഉണ്ടാകുന്നു. പിശാച് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നതാണ്. എന്നാൽ ഈ ഭിന്നതയാണ് വളർച്ചയുടെ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വന്നതാണ്, പക്ഷേ നമ്മുടെ സമയമില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യം, അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. എന്താണ്? പുറത്തുള്ള ശത്രുവിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. പക്ഷേ അകത്തെന്തുണ്ടാകാൻ പാടില്ല? ഭിന്നത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നെഹമ്യാ പറയുന്നത്, വേല വലിയതും വിശാലവുമാകുന്നു, നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അകലാൻ കഴിയാത്ത നിലയിൽ നമ്മളെ
ഒന്നിപ്പിക്കേണ്ടത് എന്താണെന്നറിയാമോ? വേല വലിയതും വിശാലവും എന്നുള്ള തിരിച്ചറിവാണ്. വി ഹാവ് സംതിങ് ടു ഡു. നമുക്ക് പ്രവർത്തിക്കാനൊരു വേലയുണ്ട്. ആ വേലയുടെ വലിപ്പം കാണുമ്പോഴാണ് വഴക്കുണ്ടാക്കാൻ നേരമില്ലാതെ. ഞാൻ ചിലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലങ്ങളിലൊക്കെയാണ് ചെറിയ സഭകളിൽ പോലും പ്രശ്നങ്ങൾ, ചെറിയ സഭയാണ് വലിയ സഭയാണ് പ്രശ്നങ്ങൾ. അതിൻ്റെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സുവിശേഷ വേലയിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, വഴക്കുണ്ടാകാൻ പോകുന്നത് വേറെ ഒരു പണിയും ഇല്ലാത്തവനാണ്. നമ്മളെല്ലാം എന്നും പരസ്യവും നടത്താനും ട്രാക്റ്റ് കൊടുക്കാനും മറ്റുള്ള വീടുകൾ ഭവന സന്ദർശനത്തിനും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്മിറ്റി കൂടി അടി ഉണ്ടാക്കാൻ നമുക്ക് നേരമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി കൂടി അടി ഉണ്ടാക്കുന്നത്? മറ്റൊന്നുമല്ല, വേലയില്ല. സഭയ്ക്ക് വേലയില്ല. ഒരു മിഷൻ ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ശുദ്ധീകരിക്കുന്നത്. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഔട്ട്. വേദപുസ്തകത്തിൽ, നമ്മുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ യെരുശലേം, ഇസ്രായേലിൻ്റെ ഒരു പലസ്തീൻ്റെ ചിത്രമുണ്ട്. അതിനകത്ത് അതിനെ നടുക്കൂടെ പോകുന്ന ഒരു നദിയുണ്ട്, യോർദാൻ നദി. 3 തടാകങ്ങൾ അതിനകത്തുണ്ട്. ആദ്യത്തെ തടാകം ഹ്യൂളെ എന്ന് പറയുന്ന തടാകമാണ്. അതിൻ്റെ പേരവിടെ എഴുതിയിട്ടില്ല. രണ്ടാമത്തെ തടാകം ഗന്നസരത്ത് അല്ലെങ്കിൽ ഗലീലക്കടലാണ്. മൂന്നാമത്തെ തടാകം എന്ന് പറയുന്നത് ചാവുകടലാണ്. ഹെർമോനിലെ ഉരുകി വീഴുന്ന വെള്ളമാണ് ഹ്യൂളെ തടാകത്തിൽ വരുന്നത്. നല്ല തെളിനീര. അവിടെ നിന്ന് ആ വെള്ളം വീണ്ടും ഒഴുകി ഗലീലക്കടലിൽ വീഴുന്നു. അവിടെ നിന്നും വീണ്ടും അത് ഒഴുകി വരുന്നു, ചാവുകടലിൽ വീഴുന്നു. ആദ്യത്തെ 2 തടാകങ്ങൾ, അതായത് ഹ്യൂളെ തടാകവും ഗലീലക്കടലും ശുദ്ധജലമാണ്, ഫ്രഷ് വാട്ടറാണ്. എന്നാൽ മൂന്നാമത്തെ തടാകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള ലവണമുള്ള വാട്ടറാണ്. അതിൻ്റെ പേര് തന്നെ ചാവ് കടൽ എന്നാണ്. അതിൻ്റെ അർത്ഥം മൃത്യുസാഗരം. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നില്ല. പ്രിയമുള്ളവരെ, എപ്പോൾ പുറത്തോട്ട് ഒഴുക്കുണ്ടോ അപ്പോൾ മാത്രമേ ജലം എന്ത് ചെയ്യത്തുള്ളൂ? ശുദ്ധിയായിരിക്കത്തുള്ളൂ. നമ്മുടെ സഭയുടെ സകല അശുദ്ധിയുടെയും കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പുറത്തോട്ടൊഴുകുന്നവരായിരിക്കണം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകുമെന്നാണ് പറയുന്നത്, അല്ലേ? പുറത്തോട്ടൊഴുകുക. വേല വലുതും വിശാലവുമാകുന്നു, നമ്മൾ തമ്മിൽ ചിതറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേലയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചിതറിയിരിക്കുന്നതെന്നാണ്. വി ഹാവ് സംതിങ് ടു ഡു. നമുക്ക് ചെയ്യാനൊരു ജോലിയുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തുണ്ടാക്കത്തില്ല? ഭിന്നത ഉണ്ടാക്കത്തില്ല. ഒരു വീട്ടിൽ ആരെങ്കിലും ചേട്ടാനിയന്മാരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയലോക്കത്തുനിന്ന് ഒരുത്തൻ അപ്പനെ കൊല്ലാൻ വരികയാണെങ്കിൽ ചേട്ടാനിയന്മാർ പിന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ല. അന്നേരം എന്തു ചെയ്യും? എല്ലാ വഴക്കും മറക്കും. എന്തു ചെയ്യും? യുദ്ധം ചെയ്യാൻ, അപ്പനെ എതിർക്കാൻ വന്നത് ആരാണോ അവനെതിരെ പോരാടാനായിട്ട് ആളുകൾ ചെല്ലും. ഇതുപോലെ ഇന്ന് സഭയ്ക്കെതിരെ ശത്രുവായ പിശാച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെയും ഇതിനെ തകർക്കാൻ നോക്കുമ്പോൾ, അകത്ത് വീണ്ടും നമ്മൾ ഭിന്നതയുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അന്യോന്യം പള്ളു പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേലയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സഭയെ നശിപ്പിക്കുവാനായിട്ട് പുറത്തു വന്ന് നിൽക്കുന്ന ശത്രുവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. വീണ്ടും 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 5-ാം അധ്യായം ഞാൻ അവിടെ നിർത്തുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പോവുകയാണ്. 5-ാം അധ്യായം നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് പറയാം. അവിടെ പറയുന്ന 1-ാമത്തെ 2-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ മതിൽ പണിതു, എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗശേമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടപ്പോൾ. നോക്കുക, മതിലിൻ്റെ പണി ഇനി ആകെ എന്തേ ബാക്കിയുള്ളൂ? വാതിലൂടെ ശരിയാക്കാൻ മതി. ബാക്കി അറ്റകുറ്റപ്പണികളെല്ലാം തീർന്നു. വാതിൽ മാത്രം ബാക്കി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വാതിൽ തീ വെച്ച് ചുട്ടവനാണ് ശത്രു. അവനാണ് വാസ്തവത്തിൽ ആളുകളെ കടത്തുകയും ഇറക്കി വിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ശക്തിയുള്ളവനായ പിശാചിൻ്റെ നിയമങ്ങൾക്ക്, ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങളെ നീക്കുവാൻ പ്രവർത്തിച്ചിരുന്നതായ അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇപ്പോൾ മനസ്സിലാക്കി മതിലിൻ്റെ പണി തീർന്നു. വാതിലിൻ്റെ പണി തീർന്നിട്ടില്ല. എന്നിട്ടും അവരവസാനമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കോംപ്രമൈസിന് വേണ്ടി വരികയാണ്. അപ്പോൾ സൻബല്ലത്തും തോബിയാവും എൻ്റെ അടുക്കൽ വന്ന്, വരിക, നാം ഓനോ സമഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവൻ നിരൂപിച്ചത്. ശത്രുവിൻ്റെ ഒടുവിലത്തെ തന്ത്രം ഒരു കോംപ്രമൈസാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിലും അതാ. പിശാച് ആദ്യം വന്നിട്ട് പറഞ്ഞു, നീ വെറുതെ ആദ്യത്തെ പരീക്ഷ എന്താണ്? നീ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല മോനെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താ? ഭക്ഷണമാണ്, അപ്പം. അതുകൊണ്ട് എല്ലാവർക്കും അപ്പം കൊടുക്കാൻ യെരുശലേമിലെ അല്ലെങ്കിൽ പലസ്തീനിലെ കല്ലുകളെക്കുറിച്ച് റബിനിക് സ്റ്റോറി പറയുന്നത്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ലോകത്തിലെ ആകെയുള്ള കല്ലുകളിൽ പകുതി എടുത്ത് പലസ്തീനിലും ബാക്കിയുള്ളത് ലോകത്തിൽ എല്ലായിടത്തുമായിട്ട് വിട്ടെന്നാണ്. അത്രയും കല്ലുണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പമായി തീരുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? യുനോ, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച്. അപ്പോൾ എന്തായി തീരും? നീ ക്രൂശിക്കപ്പെടുകയൊന്നും വേണ്ട. യു ക്യാൻ ഈസിലി ബിക്കം എ മെസായ. കർത്താവ് പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. എൻ്റെ ജോലി അതല്ല, എൻ്റെ വഴി അതല്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യേ, ആത്മീയമായിട്ടായിക്കോട്ടെ, ഭക്ഷണമൊന്നും വേണ്ട, നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാട്. അപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം. ഇല്ലേ? നമ്മളുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം കോട്ട് ചെയ്യുന്നതെല്ലാം നല്ല ആളുകളാണെന്നാണ്. അതാരെ കോട്ട് ചെയ്യുന്നതെന്നറിയാമോ? പിശാചാ. അപ്പോൾ പിശാചും വേദപുസ്തകം കോട്ട് ചെയ്യും. വേദപുസ്തകം കാണാൻ പഠിക്കുന്ന നല്ലതാണെങ്കിലും നമ്മളെക്കാളും നന്നായിട്ട് വേദപുസ്തകം കാണാതെ അറിയാവുന്നത് പിശാചിനാ. ഇല്ലേ? നമുക്ക് ഇത്രയും വാക്യത്തിൻ്റെ തിട്ട ഒരുപക്ഷെ നമുക്ക് കാണത്തില്ല. കറക്റ്റായിട്ടൊരു വാക്യം കണ്ടുപിടിച്ചത്, നീ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക. അപ്പോൾ എന്താണ്? ദൂതന്മാർ നിന്നെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം. ഇത് കാണുമ്പോൾ നീ മോളിൽ നിന്ന് ഇങ്ങനെ പാരാഷൂട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ ജനം കാണുമ്പോൾ എല്ലാവരും പറയും, കണ്ടോ, പഴയ നിയമത്തിൻ്റെ നിവൃത്തിയാണ്. പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, മശീഹ വരുമ്പോൾ അവൻ എന്താണ്? ദൂതന്മാർ കാത്തോളുമെന്ന്. കണ്ടോ, ഇവനാണ് മശീഹ. പഴയ നിയമത്തിൻ്റെ നിവൃത്തിയായിട്ട് നിനക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കാം. കർത്താവ് പറഞ്ഞോ. അടുത്തത് അവൻ പറയുന്നതെന്നറിയാം, ഓക്കെ ലീവ് ഇറ്റ്. ഏതാണെങ്കിലും ഭൂമിയെ വീണ്ടെടുക്കാനാണല്ലോ നീ വന്നത്. അതിനുവേണ്ടി നീ ഇനിയും പോയി ക്രൂശിക്കപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് ഒരുമിച്ച് ആ കാര്യം അങ്ങ് ചെയ്യാം. ഇതെല്ലാം ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. ഞാനിവിടെ ആ കോണിലൊന്നിരിക്കുമെന്നുള്ളതേ കൊണ്ട് നോക്ക്, ഒരു കോംപ്രമൈസിൻ്റെ വഴി. പക്ഷേ അതൊരു ട്രാപ്പാണ്. കർത്താവ് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത് എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തോടൊപ്പം ലോകത്തെയും കൂട്ടിച്ചേർത്ത് ഭരണം നടത്താനുള്ള തന്ത്രം പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇവിടെ അതാ പറയുന്നത്, നമ്മൾ ഒരുമിച്ച്. സൻബല്ലത്തും തോബിയാവും പറയുക, എടാ നീ അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലയോ, ഞാനും ഇവിടെ ഇത്രയും നാളുണ്ടായിരുന്നതല്ലയോ, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്രയൊന്നും അറിയത്തില്ല, നിനക്ക് ഈ ലോകമൊന്നും അത്രയും പരിചയമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ, നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിയമം എന്താണെന്നറിയാമോ? ലോകവുമായിട്ട് യാതൊരു കോംപ്രമൈസും പാടില്ലെന്നാ. കസേര എപ്പോഴും ആർക്കും മാത്രമായിരിക്കണം, ദൈവത്തിന് മാത്രമായിരിക്കണം. ദൈവത്തിന് മാത്രം. ഞാൻ ചിലപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചെയേഴ്സ് ഉണ്ട്, ബിഗ് ചെയേഴ്സ്. വല്യപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്ന തടിയൊക്കെ കിടന്നതുകൊണ്ട് കുറച്ച് കാർപ്പൻറ്റേഴ്സ് വന്ന് പണിതപ്പോഴത്തേക്ക് അവന്മാർ എന്താ വലിയ സിംഹാസനം പോലുള്ള കസേര പണിതിട്ടു. അതിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരാൾക്കിരിക്കാവുന്നതിനേക്കാൾ വലുതുമാണ്, പക്ഷേ 2 പേർക്കൊട്ട് ഇരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ആളുകളൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞെരുങ്ങി 2 പേരവത്തേൽ ഇരിക്കാൻ പരിശ്രമിക്കുന്നത്. ഇതുപോലെയാ നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയുന്നത്, കർത്താവേ ഞാൻ ഇറങ്ങിത്തരത്തില്ല, പക്ഷേ നീയുടെ വേണമെങ്കിൽ ഇരുന്നോ. ലോകത്തെയും കർത്താവിനെ ഒരുമിച്ചിരുത്താൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. കർത്താവിൻ്റെ പ്രത്യേകത, ഹി നെവർ ഷെയർസ് എ ചെയർ. അവൻ ഒരിക്കലും ഒരു കസേര പങ്കുവയ്ക്കത്തില്ലെന്നുള്ളതാണ്. കോംപ്രമൈസിൻ്റെ വഴി അല്ല ദൈവത്തിൻ്റെ വഴി. അതൊരു ഫാക്റ്റാണ്. കോംപ്രമൈസിൻ്റെ വഴിയല്ല. ഇവിടെ ശത്രു ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നോ, അതൊരു ട്രാപ്പാണ് എന്നവൻ മനസ്സിലാക്കുന്നു. ഗോശമേൻ്റെ ആളുകൾ വരിക, നാം ഓനോ സമഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. എന്നാൽ ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. നെഹമ്യാ പറയാണ്, ഐ എം സോറി, ഐ എം ബിസി. പിശാച് നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട്, എന്താണ്? ഐ എം സോറി, ഐ എം ബിസി. പാപത്തോട് പോരാടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സാത്താനോട് ഞാൻ ബിസിയാന്ന് പറയാം. ഹല്ലേലൂയ, ഞാൻ ബിസിയാ, ഐ എം ബിസി. എന്ത് ബിസി? ഐ എം ബിസി വിത്ത് ദ ബിൽഡിംഗ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ പണിയിൽ ഞാൻ ബിസിയാണ്. ദൈവരാജ്യത്തിൻ്റെ പണിയിൽ, ആത്മീയതയിൽ ഞാൻ ബിസിയാണ്. ഇല്ലേ? നമ്മൾ ബിസിയാണെങ്കിൽ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏഷണി പറയാൻ ആൾക്കാർ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഐ എം സോറി, ഐ എം ബിസി. എന്താ ബിസി? ഐ നീഡ് ടു റീഡ് ബൈബിൾ. എനിക്ക് വേദോസം വായിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ ബൈബിൾ പാരായണത്തിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്.
ബിസിയാണെന്ന് പറയുക. പിശാചിൻ്റെ ഏത് പ്രലോഭനത്തോടും എതിർത്ത് നിൽക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് നമ്മൾ ബിസിയാണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആകർഷിക്കാൻ ഞങ്ങളെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവൻ നിരൂപിച്ചത്. നമ്മളെ വിളിച്ച് കൊണ്ടുപോകുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ എലിപ്പത്തായത്തിൽ എലി കയറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എലിക്ക് വിഷം വെച്ച് കൊടുക്കുന്നത് അതിനകത്തല്ല, എലിക്ക് തിന്നാനുള്ള സാധനമാണ് വെച്ച് കൊടുക്കുന്നത്. എലിക്ക് വിഷം കൊടുക്കുന്നത് വേറെ. പക്ഷെ എലിപ്പത്തായത്തിൽ കയറ്റി നമ്മൾ കൊടുക്കുന്നത് വിഷമല്ല. എന്താ? ഒറിജിനൽ ഫുഡാണ് കൊടുക്കുന്നത്. ആമേ റൈറ്റ്? ശരിയല്ലേ? സ്നേഹം കൊണ്ടാണോ? എലിയോടുള്ള വലിയ സ്നേഹം കൊണ്ടാണോ എലിക്ക് നല്ല സ്വാദിഷ്ടമായ, എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത്? അല്ല, ട്രാപ്പ് ചെയ്യാനാ. ഇതുപോലെ പിശാച് നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ജഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് കാശ് കൊടുക്കും, ചിലർക്ക് പദവികൾ കൊടുക്കും, ചിലർക്ക് സെക്ഷുവൽ റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. ഓൾ കൈൻഡ് ഓഫ് വാട്ട് ഈസ് യുവർ ടേസ്റ്റ്? നിങ്ങളുടെ ജഡത്തിൻ്റെ ടേസ്റ്റ് എന്താണോ അതാണ് പിശാചിട്ട് തരുന്നത്. അത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞോണം, ഐ എം സോറി, ഐ എം ബിസി, അങ്ങോട്ട് വരാൻ എനിക്ക് മാർഗമില്ല. കോംപ്രമൈസിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. 4 പ്രാവശ്യം അവർ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ 4 പ്രാവശ്യവും ഞാൻ അത് തന്നെ പറഞ്ഞു. 5-ാം പ്രാവശ്യം അവർ അടവ് മാറ്റുകയാണ്. 5-ാമത്തെ പ്രാവശ്യം അവിടെ നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തൻ്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. അതിലെഴുതിയിരുന്നു, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. അവൻ പറയാണ്, താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, അവിടെ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നീ പ്രസംഗിക്കുന്നത് കേട്ടു. ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് അവൻ പ്രസംഗിച്ചു. അതിൻ്റെ അർത്ഥം നീ നിന്നെ തന്നെ രാജാവാക്കാൻ പരിശ്രമിക്കുകയാണെന്ന്. പക്ഷേ ശരിക്കും ഇവൻ്റെ ആത്മീയ ഭാഷയാണ്. എന്താണ് നെഹമയ പറഞ്ഞത്? വി ഹാവ് ഗാഡ് ആസ് അവർ കിങ്. പക്ഷേ സൻബല്ലത്ത് പറയുന്നത് എന്താണ്? നോ, യു ആർ ടെല്ലിംഗ് ദാറ്റ് യു ആർ ഗോയിങ് ടു ബിക്കം എ കിങ്. ആത്മീയൻ്റെ ഭാഷ വളച്ചൊടിക്കാൻ പരിശ്രമിച്ചാൽ വളരെ പ്രയാസമാണ്, അല്ലേ? ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൈരളി പീപ്പിൾ TV-യിൽ എൻ്റെ ഒരു ടോക്ക് ഷോ വന്ന സമയത്ത് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ക്രിസ്ത്യാനികൾ എന്താണ് രാജ്യം പിടിച്ചടക്കാൻ എല്ലാവരെയും വോട്ട് വായിച്ച് ഒരു ക്രിസ്തീയ രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുകയാണെന്നാണല്ലോ ആരോപണം. എന്താണെന്നറിയാമോ? നമ്മൾ പാടുന്ന പാട്ടൊക്കെ കേട്ടിട്ടാ, വി ആസ്ക് ഫോർ ഇന്ത്യ. കർത്താവെ, ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യയെ കർത്താവെ നീ കരങ്ങൾ എടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നൊക്കെ കേട്ട് നാച്ചുറലി അവർ പറയുന്നതെന്നറിയാമോ? കണ്ടോ, ക്രിസ്ത്യാനികൾ എന്തോ എടുക്കുന്നു. നമ്മളുടെ ആത്മീയ ഭാഷ അവർക്ക് തിരിച്ചാണ് മനസ്സിലാകുന്നത്, അല്ലേ? കർത്താവെ നീയാണ് ഭരണം നടത്തുന്നത് പറയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ ആണെന്നാ. നോ, നെവർ. ഇനി വീണ്ടും ഞാൻ ആലോചിച്ചോട്ടെ, മുന്നോട്ട് പോയിക്കോട്ടെ. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? അവനൊരു പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ ആരുടെ അടുത്തെങ്കിലും ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണമല്ലോ എന്ന് വെച്ച് ഒരു പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുകയാണ് നെഹമയ 10-ാം അധ്യായത്തിൽ. പിന്നെ ഞാൻ മെഹത്തബലിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ശെമയ്യാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ കഥ കടച്ചകത്തിരിക്കുകയായിരുന്നു. അവനെന്ത് പറഞ്ഞു? നാം ഒരുമിച്ച് മന്ദിരത്തിനകത്ത് കടന്നു വാതിലടയ്ക്കുക, നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, അവർ രാത്രിയിൽ നിന്നെ കൊല്ലാൻ വരും എന്ന് പറഞ്ഞു. അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടി പ്രവാചകൻ്റെ അടുത്ത് ചെന്നതാണ്. ഇപ്പോൾ പ്രവാചകൻ എന്താ പറയുന്നത്? അവനും പറയുന്നത് നിന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നാ. പക്ഷെ ഇവൻ പറയുന്നത് എന്നറിയാമോ? എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. ഹല്ലേലൂയ. കർത്താവ് എന്നെ അയച്ചു കഴിഞ്ഞിട്ട് ഏത് പ്രവാചകൻ പറഞ്ഞാലാ പ്രവാചകൻ പറയുന്നത് കേട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ലേ? എനിക്ക് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. കാര്യം എനിക്ക് ബോധ്യമുണ്ട്. നല്ലൊരു ഉപദേശം കൊടുക്കുന്നതായിട്ടാ. നമുക്ക് മന്ദിരത്തിൽ ചെന്ന് അവനകത്ത് കയറി ഒളിച്ചിരിക്കാം. പക്ഷെ താഴോട്ട് വായിക്കണം, മനസ്സിലാക്കുന്ന ഇവൻ കൂലി വാങ്ങി. അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവൻ ഇതിനു വേണ്ടി അവരോട് കൂലി വാങ്ങിച്ചിരുന്നെന്ന്. അപ്പോൾ കൂലി വാങ്ങിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട്, ഇല്ലേ? എല്ലാ പ്രവാചകന്മാരും അവനെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്. നമ്മൾ 11-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഞാൻ യഹോവയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുമെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടിൽ നിന്ന് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുത്തിരിക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. ഈ ഭാഗമൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്നറിയാമോ? ഈ സങ്കീർത്തനക്കാരൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? നീ എന്ത് ചെയ്തോണം? ഓടിപ്പോണം.
പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവിൻ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു പക്ഷി എന്നതുപോലെ നീ എങ്ങനെയെങ്കിലും പറന്നു പൊക്കോണം. കാര്യം എന്നാണെന്നറിയാമോ? ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ വെച്ചിരിക്കുന്നു. ഇനി ഒരു നിമിഷമേ ഉള്ളൂ, പെട്ടെന്ന് പൊക്കോണം, ഇവിടുന്ന് രക്ഷപ്പെട്ടോണം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുന്ന വാക്കാ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന്. അല്ലാതെ നമ്മൾ പറയുന്നതല്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നതായിട്ടാ. സങ്കീർത്തനക്കാരനല്ല പറയുന്നത്, ഇവനോട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ശത്രുവാ പറയുന്നത്. നീ നീതിമാനൊക്കെയാ ശരി, പക്ഷേ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്തോ ചെയ്യും? അതുകൊണ്ട് നീ എന്തോ ചെയ്തോണം, ഓടിപ്പോക്കോണം. പക്ഷേ അവൻ പറയുന്നതിനെന്നറിയാമോ? നീ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനമൊന്നും അല്ല എൻ്റെ അടിസ്ഥാനം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവൻ പറയുകയാണ്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ പറഞ്ഞതെന്നറിയാമോ? ദേ, നീ പറഞ്ഞത് എന്തുവാ? എൻ്റെ പൈസ പോയ കാര്യമായിരിക്കും, നീ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയ പിടിപാട് പോയ കാര്യമായിരിക്കും. പക്ഷേ എൻ്റെ അടിസ്ഥാനം അതൊന്നുമല്ല. എൻ്റെ അടിസ്ഥാനം യഹോവയാണ്. അവൻ്റെ സിംഹാസനം ഇപ്പോഴും സ്വർഗത്തിൽ തന്നെയുണ്ട്. അത് മറിഞ്ഞു പോകുന്ന അടിസ്ഥാനമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഓടിപ്പോകയില്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. നെഹമ്യാ പറയാണ്, എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഡു യു തിങ്ക്? പ്രവാചകനോട് ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് നിന്റെ ചിന്ത? ഞാനിവിടെ വന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നാണോ നീ ചിന്തിക്കുന്നത്? അല്ല, ദൈവത്തിൻ്റെ കമ്മീഷനിങ്ങുമായിട്ടാണ് ഞാൻ വന്നത്. നമ്മളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. പിശാച് ആര് വന്നു കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഷുഡ് നോ ഹൂ വി ആർ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയാമോ? ഓടിപ്പോകത്തില്ല, പേടിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ വീണ്ടും താഴോട്ട് വായിച്ചു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അങ്ങനെയാണ്, എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പോകയില്ല. ദൈവം അവനെ അയച്ചിട്ടില്ല. ദൈവം അവനെ അയച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവം അവനെ അയച്ചിട്ടില്ലെങ്കിൽ അവന് നെഹമ്യാനെ തൊടാൻ പറ്റുമോ? ഇല്ല. ഇനി ദൈവം അവനെ അയച്ചിട്ടുണ്ടെങ്കിലോ ഇവൻ മന്ദിരത്തിനകത്ത് കയറിയിരുന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാ ഓടി പോകുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നീ മന്ദിരത്തിനകത്ത് പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചോദ്യം, ദൈവം നെഹമ്യാവിനെ കൊല്ലാനായിട്ട് ഒരുത്തനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ പറ്റുമോ മന്ദിരത്തിൽ പോയി ഒളിച്ചിരുന്നാൽ? ഇല്ല. ഇനി ദൈവം അയച്ചിട്ടില്ലെങ്കിൽ അവൻ നേരെ അവൻ്റെ മുന്നേ ചെന്ന് നിന്നാൽ അവനെ തൊടാൻ പറ്റുമോ നെഹമ്യാവിനെ? ഇല്ല. പ്രിയമുള്ളവരെ, ദൈവം നിശ്ചയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം നിശ്ചയിച്ചാൽ നമുക്കത് പിടിച്ചു നിർത്താനും പറ്റത്തില്ല. പിന്നെ എന്തിനാ ഭീതിപ്പെടുന്നത്? അതാണ് അവിടുത്തെ ചോദ്യം. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവന് കൂലി കൊടുത്തിരുന്നു. അതായത് ഞാൻ പേടിച്ചു പോയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? പാപം ചെയ്തേനെ. കാര്യം ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ധീരന്മാരുടെ ഒരു ലോകമാണ്, ധീരന്മാരുടെ ഒരു മിഷനാണ് ദൈവത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്യം 15-ാം വാക്യത്തിൽ ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണി തീർത്തു. നോക്കുക, ഇവരാദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? വിൽ ദേ റെസ്റ്റോർ തിങ്സ്? അവരിത് യഥാസ്ഥാപനപ്പെടുത്തുമോ? നടക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇൻ 52 days, 52 ദിവസം കൊണ്ട് മതിൽ പണി തീർത്തു. അത് കണ്ടിട്ട് അവിടെ അതിന് താഴെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ അത് കണ്ടിട്ട് ആകെ ഭയപ്പെട്ട അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഇതുവരെ നെഹമ്യാ പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മതിൽ പണിയും. ഇതുവരെ ആരാ അത് പറഞ്ഞത്? നെഹമ്യാ. പക്ഷെ മതിൽ പണി തീർന്നപ്പോൾ അവൻ്റെ ശത്രുക്കളായ ജാതികൾ പറയുകയാണ്, ഇത് പണിതതിൻ്റെ അർത്ഥം അവരുടെ ദൈവത്തിൻ്റെ കൈ അവർക്ക് അനുകൂലമാണെന്നാ. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ അവകാശവാദം ഇന്ന് ജാതികൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അവർക്ക് അവർ ദുർബലന്മാരായി തോന്നി. കഴിഞ്ഞ ദിവസം പണിയാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? ഈ ദുർബലന്മാരായ യഹൂദന്മാരെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴെന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറയുന്നത്, അയ്യോ നമ്മൾ ദുർബലന്മാരാണേ, ഇല്ലേ? ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിച്ചിരുന്നതായ പണിയാണത്. ഒരിക്കലും സാധ്യമല്ലെന്ന് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? ഇവിടെയുള്ള ഗാർബേജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചാൽ അതിനകത്തുനിന്ന് ഷെയ്പ്പത്തെ ഒരു കല്ലിറങ്ങി വരുമോ?
ഇവിടെയുള്ള ചവറെല്ലാം കൂടെ മുനിസിപ്പാലിറ്റിയുടെ ചവർ കത്തിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നല്ല ഷേപ്പ് ഒത്ത കല്ല് ഇറങ്ങി വരുമോ? ഇല്ല. ചാരമല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. എന്നതുപോലെ അവരുപയോഗിച്ച വാക്കതാണ്, എന്നതുപോലെ യാതൊരു രീതിയിലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതായ യഹൂദന്മാരായ ഈ ആളുകൾ, അവരെത്ര പരിശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചിരുന്നതായ സാഹചര്യത്തിൽ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരം പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് കല്ല് ഉയർന്നു വരാത്തത് പോലെ അവിശ്വസനീയമായ കാര്യം. 126 സങ്കീർത്തനത്തിൽ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. നെഹമയ പോലും വാസ്തവത്തിൽ ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ചിന്തിച്ചിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ എന്താണ്, ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഡ്രീം. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, സ്വപ്നത്തിൽ പോലും നടക്കത്തില്ലെന്ന് ചിന്തിച്ച കാര്യം സ്വപ്നത്തിലെ പോലെ ആയിപ്പോയല്ലോ. റെസ്റ്റോറേഷൻ ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോട്ടല്ലോ പെർഫെക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ്. ഒരു കാർ കമ്പനിയുടെ ഒരു പരസ്യം ഞാൻ ഒരിക്കൽ കണ്ടതാണ്. ഒരു കാർ ഇടിച്ചങ്ങ് തകർന്ന് നാശമായി പോയി. അത് ടോ ചെയ്ത് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി. എന്നിട്ട് അത് തിരിച്ച് കൊടുത്തപ്പോൾ അവർ ആ കാറിൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടാണ്, ഇടിച്ച് തകർന്നത് ഒരു പഴയ മോഡലാണ്, തിരിച്ച് പണിത് കൊടുത്തപ്പോൾ ആ കമ്പനി ആ കാറിൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടാണ് പണിതിറക്കി കൊടുത്തത്. അപ്പോൾ ഈ ഒരു 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 ട്രാഫിക് സിഗ്നലിൽ ഇവൾ കൊണ്ട വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ നേരെ അപ്പുറത്ത് അവളുടെ കൂട്ടുകാരി കൊണ്ട വണ്ടി നിർത്തുക. അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഒരു പുതിയ കാറ്. എന്നിട്ട് അവൾ ഇങ്ങനെ ഗ്ലാസ് തുറന്നിട്ട് ചോദിച്ചു, ഹായ് അനിറ്റ, ഈ വട നീ ഒരു പുതിയ കാറ് വാങ്ങിച്ചല്ലേ? പക്ഷേ അവൾ മനസ്സിലാക്കുന്നില്ല എന്താണ്, ഇടിച്ചു തകർന്ന പഴയ മോഡൽ കാറാണ് ഇപ്പോൾ ഈ പുത്തൻ മോഡലായിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയില്ല. ഒരു കാറ് നന്നാക്കുന്ന ഒരു കമ്പനിയുടെ പരസ്യം. പക്ഷേ ഞാനത് വായിച്ചപ്പോൾ ആലോചിച്ചു, ഇതുപോലെ ഇസ്രായേൽ മക്കളുടെ ആ നീരസത്തിൻ്റെ ലോകത്തിൽ കിടന്ന, ഞങ്ങൾ ഒരു പ്രവാചകനെയും കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറേഷൻ അസാധ്യമാണെന്ന് ചിന്തിച്ചിരുന്ന ആ ദുർബലന്മാരായ യഹൂദന്മാർ, ചണ്ടിക്കൂമ്പാരങ്ങളെപ്പോലെ ആളുകൾ നിന്ദിച്ചിരുന്നവരായ ആളുകൾ, ഇതിൽ നിന്ന് ഇത് കത്തിച്ചാൽ കല്ല് ജീവിക്കുമോ എന്ന് നിന്ദിച്ച് ചോദിച്ച ആളുകൾ, അവരുടെ റെസ്റ്റോറേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ന്യൂ കാർ എന്ന് പറയത്തക്ക രീതിയിൽ സ്വപ്നത്തിൽ പോലും കാണാത്ത പെർഫെക്ഷനിലാണ് ദൈവം അവരെ റെസ്റ്റോർ ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും, നമ്മുടെ സഭ എത്ര തകർന്ന് തരിപ്പണമായി നമ്മൾ ചിന്തിച്ചാലും, ഇവിടെ ഇനി ഒരിക്കലും വിശുദ്ധി തിരികെ വരത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചാലും, ദൈവം റെസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തായിരിക്കും ഈ റെസ്റ്റോറേഷൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒത്തിരി കാര്യങ്ങൾ എനിക്കിനി വീണ്ടും പറയാനുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. റെസ്റ്റോറേഷൻ ഈസ് പോസിബിൾ. റെസ്റ്റോറേഷൻ, യഥാസ്ഥാപനം സാധ്യമാണ് എന്നിന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ആ യഥാസ്ഥാപനത്തിനായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയെ ഒരു വിശുദ്ധ സഭയായി പണിയുവാൻ നമുക്ക് കഴിയും. അതിനാദ്യം ആവശ്യമായിരിക്കുന്നത് ലോകത്തെ പുറത്തു നിർത്തുവാൻ വേണ്ടി ഒരു മതിൽ പണിയുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ സഭയുടെ യഥാസ്ഥാപനം, എൻ്റെ ജീവിതത്തിലെ ഒരു യഥാസ്ഥാപനം, ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്ത് നിന്ന് കർത്താവിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലേക്ക് കയറുവാൻ, അവിടെ താഴെ പറയുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ഇതുവരെ നമ്മൾ ആനന്ദിച്ചത് വേറെ പല കാര്യങ്ങളില്ല. കർത്താവ് നമുക്ക് തന്ന കാറിലോ, കർത്താവ് നമുക്ക് തന്ന വീടിലോ, കർത്താവ് നമുക്ക് തന്ന സഭാഹോളിലോ, കർത്താവ് നമുക്ക് തന്ന ആൾക്കൂട്ടത്തിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സന്തോഷിച്ചത്. എന്നാൽ ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആനന്ദിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലായിരിക്കും, നിന്നിൽ ആനന്ദിക്കുവാൻ. ഹല്ലേലൂയ. അതാണ് റെസ്റ്റോറേഷന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ശരിയായിട്ട് യഥാസ്ഥാപനം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ഓരോ വ്യക്തിയും പിന്നെ ആനന്ദിക്കുന്നത് യഹോവയെങ്കിൽ മാത്രമായിരിക്കും. നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പറയാൻ പറ്റുമോ, കർത്താവേ, എൻ്റെ സഭയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ ഞാനൊരു വിശുദ്ധ സഭയായി, ഒരു വിശുദ്ധ കുടുംബമായി, ഒരു വിശുദ്ധ ശക്തിയായി, വിശുദ്ധ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെ എൻ്റെ പടിക്ക് പുറത്തു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
മഹാപുരോഹിതന്റെ ബ്രസ്റ്റ് പ്ലേറ്റിൽ ഹോളി അൺടു ദ ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ നെഞ്ചത്ത് ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുക, കർത്താവേ ഞാൻ യഹോവയ്ക്ക് വിശുദ്ധൻ. എൻ്റെ കൈകളിൽ ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുക, ഞാൻ യഹോവയ്ക്ക് വിശുദ്ധൻ. എൻ്റെ സഭയിൽ, എൻ്റെ സഭയുടെ എല്ലാ മാർക്കിലും ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇത് യഹോവയ്ക്ക് വിശുദ്ധം, എൻ്റെ സഭ യഹോവയ്ക്ക് വിശുദ്ധം. അശുദ്ധമായത് ഒന്നും ഇതിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായത് ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല. എൻ്റെ കമ്പ്യൂട്ടർ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും, എൻ്റെ മൊബൈൽ ഫോൺ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും, എൻ്റെ സഭ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും, എൻ്റെ ഡൈനിങ് ടേബിൾ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും, എൻ്റെ ഫ്രിഡ്ജ് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും, എൻ്റെ പേന യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. ഓ ഹല്ലേലൂയ! ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. ഒറ്റ ഒരു സ്ഥലത്ത് പോലും അശുദ്ധി കടന്നുകൂടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരു വലിയ മതിൽ